ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുമുമ്പിൽ അനുഗ്രഹീതമായ നല്ല രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് വരാൻ കർത്താവ് വീണ്ടും ഇടയാക്കിയല്ലോ. സന്തോഷം നിർവൃത്തിയുള്ള ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മെ അകമടിഞ്ഞ് അനുഗ്രഹിക്കേണ്ടതിന് വളരെ പ്രതീക്ഷയുള്ള ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒന്നിച്ചായിരിക്കാം. കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനുള്ള മനസ്സോടിരിക്കുന്നവരെല്ലാവരെയും ദൈവമായ കർത്താവ് ഇന്ന് രാത്രിയിലും ഹൃദയം നിറച്ച് മടക്കി അയക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണെന്ന് വചനത്തിലുണ്ട്. ദൈവം ഇന്ന് രാത്രി നമ്മളെ ആത്മീയതയിൽ നമ്മെ തൃപ്തിപ്പെടുത്തി അനുഗ്രഹിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. കർത്തൃദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഭയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ വിധത്തിലും ദൈവമായ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അനുഭവിക്കുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. പകലും രാത്രിയിൽ നടക്കുന്ന യോഗം നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ പുതിയ പുതിയ ആത്മീക ചിന്തകൾ തരിക മാത്രമല്ല, അതിന് ഒരുക്കപ്പെടുന്ന ആളുകൾ ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതെല്ലാം ദൈവമായ കർത്താവ് ചെയ്യുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. തിരുവെടുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും ഗ്രഹിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുപാട് കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധി വന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ശുശ്രൂഷിക്കപ്പെടുന്ന സ്ഥലത്ത് നമ്മൾ വന്ന് ദൈവസന്നിധിയിൽ വചനത്തിന് കാതോർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുടെ മറുപടി ദൈവം നമുക്ക് തരുന്നുണ്ട്. സ്തോത്രം. അങ്ങനെ തന്നെ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. വചനം എഴുതിയതിൻ്റെ ഉദ്ദേശങ്ങൾ തിരുവെഴുത്തിനകത്തുണ്ട്. വചനം എഴുതിയതിന് എന്തിനാണ് വിശുദ്ധ ബൈബിൾ 40-ൽ പരം എഴുത്തുകാരെ കൊണ്ട് നീണ്ട ആ ആയിരക്കണക്കിന് വർഷങ്ങളെടുത്ത് ദൈവമായ കർത്താവ് കാലാകാലങ്ങളിൽ എഴുതിച്ചതിന് പല ഉദ്ദേശവും. സ്തോത്രം. ലേഖനങ്ങൾ എഴുതിയതിന് ഉദ്ദേശമുണ്ട്, പ്രവചന ഗ്രന്ഥങ്ങൾക്ക് ഉദ്ദേശമുണ്ട്, സങ്കീർത്തനങ്ങൾക്ക് ഉദ്ദേശമുണ്ട്. ഇതെല്ലാം വ്യത്യസ്ത തരത്തിലെ ഉദ്ദേശത്തിലാണ്. എന്നാൽ പൊതുവിൽ ദൈവവചനത്തെ കുറിച്ച് തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. തിരുവചനം എഴുതിയതിൻ്റെ പല ഉദ്ദേശങ്ങളെ കുറിച്ച് ഒരു ഉദ്ദേശം ഞാൻ ഇന്ന് രാത്രിക്കാലം ഒരു തുടക്കത്തിന് വേണ്ടി ഞാൻ ഈ ആമുഖത്തിൽ ഈ കാര്യം പറയും. നമ്മുടെ മൈൻഡ് ഒന്ന് ദൈവികമായിരിക്കുന്ന പാടി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. വചനമായിട്ട് സെറ്റായിട്ട് അത് തന്നെ സംഭവിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. സദൃശ്യവാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. സദൃശ്യവാക്യത്തിൽ 22-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ, 22-ാം അധ്യായം 20-21 വാക്യങ്ങൾ ഇങ്ങനെയാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത്. നിന്നെ അയച്ചവർക്ക് നീ നേരുള്ള മറുപടി കൊണ്ടുപോകേണ്ടതിന് നിനക്ക് നേരുള്ള മറുപടിയുടെ നിശ്ചയം അറിയിച്ചു തരുവാൻ ആലോചനയും പരിജ്ഞാനവും അടങ്ങിയ സാര സംഗതികളെ ഞാൻ നിനക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ഇത് വേദപുസ്തകത്തിൽ സദൃശ്യവാക്യം ശലോമോനാണ് എഴുതിയതെങ്കിലും ബൈബിളിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. എഴുത്തുകാരൻ അപ്രസക്തനാണ്, ദൈവമാണ് ഇതിന്റെ പുറകെ നിൽക്കുന്നയാൾ. ഞാൻ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്തോത്രം എഴുത്തുകാരനെയല്ല ഉദ്ദേശിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ ഉപജ്ഞാതാവ് ദൈവമായ കർത്താവാണ്. ഈ വാക്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എഴുത്തുകാരനെയല്ല, ദൈവം പറയുന്നതായിട്ടാണ്. വചനത്തിന്റെ പ്രത്യേകത ദൈവം പറയുന്നതായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ദൈവം പറയുകയാണ് ഈ പുസ്തകം വായിക്കുന്നവരോട്, ഇത് ഗ്രഹിക്കുന്നവരോട്, ഇത് കേൾക്കുന്നവരോട് ദൈവം പറയുകയാണ്, നീ മടങ്ങിപ്പോകുമ്പോൾ ഒരു നേരുള്ള മറുപടി കൊണ്ടുപോകണം. സ്തോത്രം. നീ നേരുള്ള മറുപടി കൊണ്ടുപോകേണ്ടതിന് അതിൽ തന്നെ എന്താ ആത്മാർത്ഥതയാന്ന് നോക്ക്. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്ന ഒരാൾ മടങ്ങിപ്പോകുമ്പോൾ ആകപ്പാടെ കൺഫ്യൂഷനായി 100 ചോദ്യങ്ങളുമായി മടങ്ങരുത്, മറുപടിയുമായി മടങ്ങണമെന്ന്. ഹല്ലേലൂയ. ഒത്തിരി ആത്മാവ്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു ആലോചന, ഒരു യോഗത്തിൽ അല്ലെങ്കിൽ ഒരു സഭായോഗത്തിൽ ഒരു സന്ദേശത്തിന് മുമ്പിലിരിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നാളത്തെ സംശയമായിരുന്നു, ഇന്ന് അതിന് മറുപടി കിട്ടി. ആരും ഉറപ്പെടുത്തിച്ച് തന്നിട്ടല്ല, ഒരു ചോദ്യോത്തര മത്സരം നടന്നിട്ടല്ല, അങ്ങനെ ഒരു വേദി ഉണ്ടായിട്ടല്ല, ഇരിക്കുന്നവരുടെ മനസ്സറിയുന്നൊരു ദൈവം ഇവിടെയുണ്ട്. അപ്പൊ ഈ പുസ്തകത്തിനകത്ത് ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം ഇതാണ്, നീ പോകുമ്പോൾ ഒരു മറുപടി കൊണ്ടുപോകണം. മറുപടി കൊണ്ടുപോകണം. ആ വാക്ക് ഇന്ന് രാത്രിക്കാലം നമ്മൾ മുറുകെ പിടിക്കണം. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ഈ വാക്യം ഫലിക്കണം. എനിക്ക് ചില കാര്യത്തിന്റെ മറുപടി കൊണ്ട് വീട്ടിൽ പോകണം. സ്തോത്രം. അത് ദൈവസന്നിധിയിൽ നിന്നാണ് നമുക്ക് മറുപടി ലഭിക്കുന്നത്. അതിന് ദൈവം എന്താ ചെയ്തിരിക്കുന്നത്? നിനക്കൊരു മറുപടി കൊണ്ടുപോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. അങ്ങനെ കൊണ്ടുപോകേണ്ടതിന് വേണ്ടിയിട്ട് ദൈവം ചെയ്തിരിക്കുന്ന പരിപാടി ഞാൻ ഒരാളെ അയച്ചിട്ടുണ്ടെന്നല്ല, അല്ലെങ്കിൽ എൻ്റെ ഒരാൾ നമ്പർ തരാം അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാനല്ല പറയുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ സുതാര്യത അവിടെ കാണാൻ കഴിയുന്നു. നിനക്ക്
നേരുള്ള മറുപടിയുടെ നിശ്ചയം അറിയിച്ചു തരുവാൻ. ഇവിടെ എല്ലാം നേരുള്ള മറുപടി എന്ന് എടുത്തെഴുതുന്നു. എന്താ കാര്യം? നമ്മൾ ചിലപ്പോൾ കേൾക്കുന്ന പല മറുപടിയും നേരുള്ളതായിരിക്കില്ല. നമ്മൾ മനുഷ്യനോട് ചോദിക്കും, ചിലപ്പോൾ ദൈവദാസന്മാരോട് തന്നെ ചോദിച്ചേക്കാം, പക്ഷെ കേൾക്കുന്ന മറുപടി എല്ലാം നേരുള്ളതായിരിക്കുകയില്ല. സ്തോത്രം. അക്കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോളണം. ഒരു ആശങ്ക വരികയാണ്, ഒരു പ്രയാസം വരികയാണ്, നമുക്ക് ചോദിക്കാം. ആകെപ്പാടെ നമ്മുടെ മനസ്സിനകത്തുണ്ടാകുമ്പോൾ ചോദിക്കും, സ്തോത്രം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ സ്വാഭാവികമായ ചോദ്യങ്ങളാണ്. അപ്പൊ സത്യത്തിൽ മനുഷ്യനോട് ചോദിക്കും, നമ്മൾ ചോദിക്കാറുണ്ട്, കർത്തൃദാസന്മാരോട്, അവരല്ലാതെ പിന്നെ ആരോട് ചോദിക്കും. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടികളെല്ലാം ചിലപ്പോൾ മാനുഷികമായത് ശരിയാകണമെന്നില്ല, നേരുള്ളതാകണമെന്നില്ല. എത്രയോ കാര്യങ്ങൾ ചോദിച്ചു, നേരുള്ള മറുപടി അല്ലാത്തത് കൊണ്ട് പാളിപ്പോയ എത്രയോ വിഷയങ്ങളുണ്ട്. സ്തോത്രം. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ആളുകളുടെ സംഭാഷണത്തിൽ നിന്ന് പല കാര്യങ്ങളും വിലയിരുത്തുന്നത് ഞാൻ സ്തോത്രം പറയുന്നതിൻ്റെ നല്ല വശങ്ങൾ മാത്രം എടുക്കണം. എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചില കല്യാണങ്ങളൊക്കെ പാളിപ്പോകുമ്പോൾ, അത് തെന്നി മാറുമ്പോൾ, അല്ലെങ്കിൽ അതൊരു വലിയ കലാപത്തിലേക്കോ ഡിവോഴ്സിലേക്കൊക്കെ എത്തുമ്പോൾ, സ്തോത്രം, അമ്മമാർ പറയുന്നതാണ്, എൻ്റെ പാസ്റ്ററെ 3 ദൈവദാസന്മാർ പറഞ്ഞിട്ടാണ് ഇത് നടന്നത്. കൃത്യമായിട്ട് ചോദിച്ചതാണ്, കൃത്യമായി പറഞ്ഞിട്ടാണ് നടന്നത് എന്ന് പറയും. എന്നിട്ട് എന്താ പറ്റിയത്? അപ്പൊ നമ്മൾ ഓർത്തോളണം, നമ്മൾ കേൾക്കുന്ന എല്ലാ മറുപടിയും, മനുഷ്യരിൽ നിന്ന് കേൾക്കുന്ന എല്ലാ മറുപടിയും ചിലപ്പോൾ നേരുള്ളതായിരിക്കണമെന്നില്ല. സ്തോത്രം. നേരുള്ളതായിരിക്കണമെന്നില്ല. നേരുള്ള മറുപടി വചനത്തിൽ മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ കയ്യിൽ നേരുള്ള മറുപടി ഇല്ല. തോന്നലുകളായിരിക്കാം, അഭിപ്രായങ്ങളായിരിക്കാം, ഒപ്പീനിയനുകൾ എന്നാ പറയുന്നത്, അല്ലേ? നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ തന്നെ, നിങ്ങളിപ്പോൾ ഒരു മെഡിക്കൽ സൈഡിൽ ജോലി ചെയ്യുന്നവരാണ്, ഡോക്ടറെ കാണുമ്പോൾ തന്നെ നല്ല ബിസിനസ് മൈൻഡ് ഇല്ലാത്ത ഡോക്ടറാണെങ്കിൽ ഒരു മേജർ പ്രോബ്ലമായിട്ട് ഒരാൾ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി രോഗി, അല്ലെങ്കിൽ ഇദ്ദേഹം രോഗിയാണ്, ഒരു അപകട നിലയിലേക്ക് പോവുകയാണ്. സ്വന്തം വലിയ ട്രീറ്റ്മെന്റുകൾക്ക് വിധേയപ്പെടേണ്ടി വരും, ചിലപ്പോൾ വിശ്രമകാലം നീട്ടേണ്ടി വരും, വലിയ പണം മുടക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വന്ന രോഗിയെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് നല്ല ഡോക്ടറാണെങ്കിൽ പറയും, വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയനും കൂടി എടുത്തോ. പറയാറില്ലേ? ബിസിനസ്സുകാരൻ ഡോക്ടറാണെങ്കിൽ സൂക്ഷിക്കണം. പുള്ളി പറയും, വേറെ ആരോടും ചോദിക്കണ്ട, സ്വത്രം, ഇപ്പൊ തന്നെ കിടന്നു കത്തി തേച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ നല്ലൊരു മൈൻഡുള്ള ആളാണെങ്കിൽ പറയും, ആശങ്കപ്പെടണ്ട, എൻ്റെ പഠനം, എൻ്റെ അന്വേഷണം, എൻ്റെ ഡയഗ്നോസിസിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയുന്നു. ഇനി ഇത്ര മേജറായിരിക്കുന്ന പ്രോബ്ലം ആയതുകൊണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നൊരു പദം തന്നെയുണ്ട്. അതിനർത്ഥം എന്താ? അഭിപ്രായം. ഇത് എൻ്റെ അഭിപ്രായം, ഈ രോഗത്തിന്, ഈ പ്രശ്നത്തിന്, ഈ കാര്യത്തിന് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അത് ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ആളുകൾ കണ്ടേക്കാം. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ സെക്കൻഡ് ഒപ്പീനിയൻ കൂടി എടുത്തോ എന്ന് പറയുന്നു. പക്ഷെ ദൈവത്തിന്റെ മക്കൾ സെക്കൻഡ് ഒപ്പീനിയൻ ഇല്ല. ദൈവം ഊവേ എന്ന് പറഞ്ഞാൽ ഊവേ എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യൻ പറയുന്നത് പലതും സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കേണ്ടി വരും, ഒരാളോടെ കൂടി പ്രാർത്ഥിപ്പിക്കേണ്ടി വരും, ഒരാളെ കൂടി ചോദിക്കേണ്ടി വരും. പക്ഷേ ദൈവത്തിന്റെ വചനത്തിലൂടെ ഒരു മറുപടി പറഞ്ഞാൽ ആ മറുപടിക്ക് ബൈബിൾ എഴുതിയിരിക്കുന്നതാണ് നേരുള്ള മറുപടിയായിരിക്കും. നേരുള്ള മറുപടി. ആ നേരുള്ള മറുപടി നമുക്ക് കിട്ടണം. അതിന്റെ നിശ്ചയം നമുക്ക് അറിയിച്ചു തരാൻ വേണ്ടി ദൈവം എന്താ ചെയ്തിരിക്കുന്നത്? ആലോചനയും പരിജ്ഞാനവും അടങ്ങിയ സാര സംഗതികളെ ഞാൻ നിനക്ക് എഴുതിയിട്ടുണ്ട്. ദൈവമാണിത് പറയുന്നത്. ദൈവം അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം തമ്പുരാൻ മനുഷ്യർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് വിശുദ്ധ ബൈബിളാണ്. വേറെ എങ്ങും ദൈവം കൊണ്ട് എഴുതി വെച്ചിട്ടില്ല. ദൈവം എഴുതിയത് തിരുവെഴുത്താണ്. അപ്പൊ നമുക്ക് വേണ്ടി എഴുതിയ, നിനക്കത് വ്യക്തിപരമായിട്ട് എഴുതിയിരിക്കുന്നത്, ഞാനൊരു പുസ്തകം എഴുതിയിട്ടുള്ളത് മറച്ചു നോക്കാനല്ല പറഞ്ഞത്, നിനക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അത് വായിക്കുന്നവൻ ആരാണോ അവനോട് ദൈവം പറയാണ്, നിന്റെ ചോദ്യങ്ങളുടെ സകല മറുപടി, നിന്റെ സംശയങ്ങളുടെ സകല മറുപടി, നിന്റെ ആകുലതയുടെ മറുപടി, നിന്റെ വേദനയുടെ മറുപടി, ഈ മറുപടി മുഴുവൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ മറുപടി മുഴുവൻ ഞാൻ നിനക്ക് അറിയിച്ചു തരാൻ നിശ്ചയമായി, സ്തോത്രം, ഞാൻ അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ എഴുതിയിരിക്കുന്നത് തിരുവെഴുത്തിനകത്താണ്. ദൈവം എഴുതിയ മറുപടിയാണ്. ഇതിനകത്ത് കുറെ കഥകളല്ല, കുറെ ചരിത്രമല്ല, കുറെ ആളുകളുടെ ശ്രോത്രമേൽ നടന്ന കാര്യങ്ങളല്ല. മനുഷ്യന്റെ എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന 850 കോടി ആളുകൾ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതാണ് കണക്ക്. അതിൽ കൂടുതലായി കാണും. ഇപ്പോൾ ഏകദേശം 850 കോടിയിൽ കൂടുതൽ ആളുകൾ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു. 850 കോടി ആളുകൾക്ക് 8500 കോടി വിഷയമായിരിക്കും. അതിനെല്ലാം മറുപടി ബൈബിളിലുണ്ട്. സ്തോത്രം. ഏത് ചോദ്യത്തിനും മറുപടി ഉണ്ട്, നേരുള്ള മറുപടി.
അപ്പൊ ദൈവവചന ശുശ്രൂഷ നടക്കുമ്പോൾ, എന്തിനാണ് ഞാൻ ഇന്ന് രാത്രി ഇത് പറഞ്ഞത്? ദൈവവചന ശുശ്രൂഷ തുടങ്ങുകയാണ്. വചന ശുശ്രൂഷ നടക്കുമ്പോൾ വളരെ ഗ്രാഹ്യത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. എന്തിനാണ്? കർത്താവിന്റെ സന്നിധാനത്തിൽ എൻ്റെ ഹൃദയത്തിലെ പല കാര്യത്തിനും, എൻ്റെ ജീവിതത്തിലെ പല വിഷയത്തിനും, എൻ്റെ പ്രതിസന്ധികളുടെ പല പ്രതികൂലങ്ങൾക്കും, അതിനെല്ലാത്തിനുള്ള മറുപടി ദൈവം എനിക്ക് തരണം. ഇന്ന് രാത്രികാലം ഞാൻ വിശ്വസിച്ചു എന്ന് പറയുന്ന ഈ വാക്യം ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, പഴകിയ കുറെ ചോദ്യങ്ങൾക്ക് ഇന്ന് രാത്രികാലം മറുപടി ദൈവം തരാനിടയാകണം. ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, വിമർശനാത്മകമായിട്ടല്ല, വിശ്വാസപരമായി. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രികാലം സ്തോത്രത്തോടെ കാത്തിരിക്കും. നിന്റെ ജീവിതത്തിൽ മറിഞ്ഞു കിടക്കുന്ന പല ചോദ്യങ്ങൾ, ആകപ്പാടെ പുറത്തു പറയാൻ പറ്റാതെ കുഴഞ്ഞ ചോദ്യങ്ങൾ, അതിന് മുഴുവൻ മറുപടി എഴുതിയിരിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിളിനകത്താണ്. അത് ആത്മീകമായിട്ട് പറഞ്ഞു തരാൻ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ഒരുക്കുമ്പോൾ അതിന് കാതോർക്കാൻ കടന്നു വന്നിരിക്കുന്നവരോട് സ്വർഗം വിശ്വസ്തനാണ്. ഇന്ന് രാത്രി ഒരു മറുപടിയുടെ രാത്രിയാക്കി മാറ്റാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ഒരു നിമിഷം കൂടി കണ്ണുകൾ അടച്ചാട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. 1000 ചോദ്യങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെ ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളടക്കം എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ആരാ മറുപടി പറയേണ്ടത്? ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന ചോദ്യത്തിന്, ആ ആശങ്കയ്ക്ക് ആരാ മറുപടി പറയേണ്ടത്? ഇത് എവിടെ ചെന്നാ പറയേണ്ടത്? ഇത് ആരോടാ പറയേണ്ടത്? ഇന്ന് രാത്രികാലം മറുപടി മനുഷ്യന് മറുപടി തരേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ഗവൺമെന്റിനല്ല, സ്വർഗസ്ഥനായ ദൈവത്തിനാണ്. ഇന്ന് രാത്രി മറുപടി നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എനിക്കത് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് വിശ്വാസത്തോടെ പറയുന്ന എല്ലാവരും അത്തരങ്ങൾ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളുടെ മറുപടി ഇന്ന് രാത്രികാല സ്വർഗസ്ഥനായ ദൈവം അടുത്ത 1 മണിക്കൂറിനകം വേദപുസ്തകം വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ, ആത്മാവ് ഇടപെടാൻ തുടങ്ങുമ്പോൾ, എന്റെ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതൽ കിടക്കുന്ന ചില ചോദ്യങ്ങളുടെ മറുപടി പരിശുദ്ധാത്മ വ്യാഖ്യാനത്തോടെ ഈ രാത്രി നമുക്ക് സഭാമധ്യത്തിൽ പകരുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാവരും ചേർന്ന് ഈ രാത്രി ചോദ്യങ്ങളുടെ രാത്രിയല്ല, മറുപടിയുടെ രാത്രിയായി മാറേണ്ടതിന് ആത്മനിറവോടെ, അഭിഷേക ശക്തിയോടെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് സഭയുടെ മറുപടിയുടെ രാത്രിയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ നന്ദിയോടെ 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 എല്ലാവരും ചേർന്ന് ദൈവത്തോട് പറ, എനിക്ക് ചില കാര്യങ്ങൾ അറിയണം കർത്താവേ, അത് മറുപടിയാക്കി തരണം കർത്താവേ എന്ന് ദൈവത്തോട് ദൈവസന്നിധിയിൽ ആത്മനിറവിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു മറുപടി കൊണ്ട് പോകണം, ഒരു മറുപടി കൊണ്ട് പോകണം. അങ്ങനെയല്ലേ പറഞ്ഞെഴുതിയിരിക്കുന്നത്? കണ്ണുകൾ അടച്ചോ, പ്രാർത്ഥിച്ചോ. ദൈവസന്നിധിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നീ പോകുമ്പോൾ നീ ഒരു മറുപടി കൊണ്ട് പോകണം. ഇന്ന് രാത്രി എല്ലാവരും ആത്മഭാരത്തോടെ പറ, എന്റെ കർത്താവേ, എന്റെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി കൊണ്ട് പോകണം. ഞായറാഴ്ച സഭായോഗം കഴിഞ്ഞിട്ട് വരുമെന്നല്ല, ഈ യോഗത്തിന്റെ 4ാമത്തെ രാത്രി, ഉപവാസത്തിന്റെ 4ാമത്തെ രാത്രി ഞാൻ മടങ്ങിപ്പോകുന്നത് ഒരു മറുപടി കൊണ്ടായിരിക്കും. ആ മറുപടി ഒരു ബുദ്ധിമാന്റെ കയ്യിൽ നിന്നല്ല, സർവശക്തന്റെ വചനത്തിൽ നിന്നായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പറ, എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? എനിക്കിനി ഒരു മറുപടി ഉണ്ടാകില്ലേ? ഞാൻ ഇനി കാത്തിരിക്കണമോ? ഞാൻ ഈ വിഷയത്തിൽ ഇനി പ്രാർത്ഥിക്കണമോ? ഇനി ഞാൻ എങ്ങനെ മറുപടി പറയും? എങ്ങനെ ആളുകളെ ഫേസ് ചെയ്യും? ഇതിനെങ്ങനെ ഞാൻ ഉത്തരം പറയും? എങ്ങനെ സമാധാനം പറയും എന്ന ചോദ്യത്തിനെല്ലാം ഉത്തരവാദി സ്വർഗസ്ഥനായ ദൈവമായിരിക്കട്ടെ. അവൻ ഇന്ന് രാത്രി മറുപടി പറയട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം ഇവിടെ കൂടി വന്നിരിക്കുന്ന ആളുകളെല്ലാം മനസ്സ് പതറാനല്ല ഞങ്ങൾ കൂടി വന്നത്. ഞങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ കുമിഞ്ഞു കൂടാനല്ല കൂടി വന്നത്. ഇന്ന് രാത്രി 1000 ചോദ്യങ്ങളുടെ മറുപടി സ്വർഗം ഇതിനകത്ത് തുറന്നു വെക്കണമേ കർത്താവേ. പഴയ ചോദ്യങ്ങൾ, മനുഷ്യൻ ഞങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾ, കുഞ്ഞുനാൾ മുതൽ ഞങ്ങളുടെ ഉത്തരം മുട്ടിച്ച ചോദ്യങ്ങൾ, ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിയ ചോദ്യങ്ങൾ, ഞങ്ങളുടെ ആത്മീയത്തെ ബാധിച്ച ചോദ്യങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾ, കർത്താവേ, പിശാച് ഞങ്ങൾക്കെതിരെ വെച്ചിരിക്കുന്ന ചോദ്യങ്ങൾ, ഇതിന് മുഴുവനും മറുപടിയായി സർവകൃപാലുവായ ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് വചനം കൊണ്ട് മറുപടി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നപ്പോ, കർത്താവ് ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. തിരുവെഴുത്തിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വചനത്തിന്റെ ഉള്ളടക്കത്തെ ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഈ പുസ്തകം എഴുതിയത് ഞങ്ങൾക്കുള്ള മറുപടി, നിനക്കുള്ള മറുപടി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
വ്യക്തിപരമായി ഞങ്ങൾക്കിതുള്ള മറുപടി ഇതിനകത്തുള്ളത് ഞങ്ങൾക്കിത് ചൂണ്ടിക്കാണിച്ചു തരണം. കർത്താവ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കരമുയർത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ ഈ ഒരാഴ്ചയിലെ വൈകുന്നേരങ്ങളിലെ ചിന്തകൾ മുഴുവൻ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് തന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചു, അപ്പോസ്തല പ്രവൃത്തിയിൽ 6 ഘട്ടങ്ങളിലായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്തോത്രം സഭാചരിത്രത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന സ്തോത്രം ആത്മീക നിലവാരത്തിന്റെ ഉയർച്ചകളെ കുറിച്ച് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. അതിന് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരൊറ്റ വാക്കുണ്ട്. ആ വാക്ക് 6 സ്ഥലങ്ങളിൽ ചതറിക്കിടക്കുന്നുണ്ട്. അതിനെ ഓരോന്നോരോന്നായി ചിന്തിച്ച് ആ പശ്ചാത്തലങ്ങളെ നമ്മൾ ഗ്രഹിച്ച് ഇത് സഭയ്ക്കുള്ള ദൂതാക്കി വന്നിരിക്കുന്ന ദൈവമക്കൾക്കുള്ള ആത്മീക അനുഗ്രഹത്തിന്റെ ആലോചനയാക്കി മാറ്റുകയാണ് ഈ ദിവസങ്ങളിൽ രാത്രികളിൽ നമ്മൾ ചെയ്യുന്നത്. 4ാമത്തെ രാത്രി വായിക്കാൻ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് ആത്മീക ചിന്തയിലേക്ക് പ്രവേശിക്കാം. 11:27 അപ്പോസ്തല പ്രവൃത്തി. മതി സ്തോത്രം. ആ കാലത്ത് നമ്മുടെ കീവേഡ് അതാണ് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന ഭാഗത്തിന്റെ. ആ കാലത്ത് യെരൂശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. സ്തോത്രം. അപ്പൊ ആ കാലം എന്ന് പറയുന്നത് ഒരു ടൈമിംഗ് ആണ്. ആ സ്തോത്രം. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? അതാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. എല്ലാ കാലവും ഒരുപോലെ ആയിരിക്കുകയില്ല, എല്ലാവരുടെയും കാലങ്ങൾ ഒരുപോലെ ആയിരിക്കുകയില്ല. നമ്മളത് മനസ്സിലാക്കിക്കോണം. നമുക്ക് ഈ ഭൂമിയിൽ തരുന്നത് ഒരായുസാണ്. അവിടെ നമുക്ക് കുറച്ചുകൂടെ ബോൾഡായിട്ട് മനസ്സിലാക്കണം. നമ്മെ സംബന്ധിച്ച്, നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച്, നമ്മുടെ ആത്മീയതയെ സംബന്ധിച്ച് നമ്മുടെ കാലം ശുഭമാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. സ്തോത്രം. നമ്മൾ ഓർത്തോളണം, നമ്മൾ ലാഘവത്തോടെ കാണരുത്. നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, അബ്രഹാമിന്റെ കാലം, ശൗമേലിന്റെ കാലം, ഏലി പുരോഹിതന്റെ കാലം, ഏലിയാവിന്റെ കാലം എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ കാലഘട്ടത്തെ ബൈബിൾ പ്രത്യേകിച്ച് പോയിന്റ് ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഇത് തന്നെ പഠിച്ചാൽ നമുക്ക് ഓരോരുത്തരുടെ കാലഘട്ടത്തെ ശുഭമേറിയതാക്കാൻ വേണ്ടിയിട്ട് സ്തോത്രം വേദപുസ്തകം നമുക്ക് തരുന്ന ഉപദേശങ്ങളെ കാണാൻ കഴിയും. പക്ഷെ ആ വഴിക്ക് പോയാൽ നമുക്ക് ഈ ഭാഗത്തേക്ക് കടന്നു വന്ന് അവസാനിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ലെങ്കിൽ സൂചന തരാം. നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു, ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന ഒരു വാക്കുണ്ട്, അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാമിന്റെ കാലശേഷം നികത്തിയതുമായ കിണറുകൾ. സ്തോത്രം. അപ്പൊ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അത് വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വചനം ഗ്രഹിച്ചെടുക്കുന്നത്? സ്തോത്രം. അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചു. സ്തോത്രം. അബ്രഹാമിന്റെ കാലശേഷമാണ് നികത്തിയത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാ? അദ്ദേഹത്തിന്റെ കാലത്ത് നികത്താൻ ഫെലിസ്തീൻ അന്നും ഉണ്ടായിരുന്നു, നികത്തുന്ന ടെൻഡൻസി അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കാലത്ത് നികത്താൻ അദ്ദേഹം സമ്മതിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കാലത്ത് നന്മയുടെ ഉറവകൾ അടയരുത്. സഭയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്തൊരു വാശി ഉണ്ടായിരിക്കണം. എന്റെ കാലത്ത് കുടുംബ പ്രാർത്ഥന നിന്നു പോകരുത്, എന്റെ കാലത്ത് പരിശുദ്ധാത്മാഭിഷേകം നിന്നു പോകരുത്, എന്റെ കാലത്ത് ദൈവപ്രവൃത്തി നിന്നു പോകരുത്, എന്റെ കാലത്ത് ദൈവിക അരുളപ്പാടുകൾ നിന്നു പോകരുത്, എന്റെ കാലത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ നിന്നു പോകരുത്, സഭയിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിന്നു പോകരുത്. അങ്ങനെ ഏറ്റെടുക്കാൻ ചിലരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവപ്രവൃത്തി നിലനിൽക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ആ വാക്യം തരുന്ന സൂചന, അത് കഴിയുമ്പോൾ നികത്താൻ തൂമ്പയും കോടാലിയുമായി നിൽക്കുന്ന എതിരാളികൾ ഉണ്ടെന്നല്ലേ അർത്ഥം. ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഹല്ലേലൂയ കുടിച്ച കിണറുകളെ മുഴുവൻ നികത്തിക്കളയാൻ നോക്കി നിൽക്കുന്ന ചിലരുണ്ടെന്നല്ലേ അർത്ഥം. അങ്ങനെയാണെങ്കിൽ മതില് കെട്ടുന്നത് പോലെ ഇന്ന് രാത്രി ചിലരും മനസ്സിൽ തീരുമാനിക്കണം, ഞങ്ങളുടെ കാലത്ത് സ്വർഗം തുറന്നു വെച്ച ഒരു വഴിയും അടയരുത്. ഒരു സ്ഥാപനവും പൂട്ടിക്കെട്ടരുത്, ഒരു നന്മയും കുറയരുത്, ഒരു കർത്തൃദാസനും കണ്ണുനീര് കുടിക്കരുത്, ഒരു ശാപഹേതുവായി ഉണ്ടാകരുത്. ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഞങ്ങളുടെ കാലത്ത് ഒരാളും ദുഃഖിച്ചിറങ്ങി പോകരുത്, ഒരു ജഡീകൻ ഉണ്ടാകരുത്, ഇവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകരുത്. ഇതെല്ലാം മനസ്സോടെ പറയണം. ഞങ്ങളുടെ കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ സമാധാനമേ ഉണ്ടാകാവൂ, ഇതിനകത്ത് കലക്കം ഉണ്ടാകരുത്, എന്റെ കാലത്ത് ആത്മഹത്യകൾ നടക്കരുത്, എന്റെ കാലത്ത് ഡിവോഴ്സ് ഉണ്ടാകരുത്. ഇതെല്ലാം ആത്മാവിൽ പ്രാർത്ഥന മുറിയിലാണ് പറയേണ്ടത്. ഹല്ലേലൂയ.
ഞാൻ ഇന്ന് രാത്രി ആമുഖത്തിൽ ഇത് പറയുന്നുള്ളൂ. ഇവിടെ ഞാൻ അനച്ചു മൂവി നിങ്ങളുടെ മധ്യത്തിൽ പറയല്ല വേണ്ടത്. ഇത് ശരിക്കും നിങ്ങളുടെ ബോധം കൊണ്ട് മനസ്സിൽ സംഗ്രഹിച്ചിട്ട് ഓരോ ദിവസത്തെ ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പ്രത്യേക സമയമെടുത്ത് ദൈവസന്നിധിയിൽ പറഞ്ഞു, കർത്താവേ, എന്റെ കുടുംബത്തിനകത്ത്, എന്റെ സഭയ്ക്കകത്ത്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനകത്ത്, കർത്താവേ, എന്റെ കാലത്ത് ഒരനർത്ഥം സംഭവിക്കരുത്. അത് അടച്ചുപൂട്ടി പോകരുത്. വഴിയാധാരമായി പോകരുത്. ആളുകൾ വഴിയിലിറങ്ങിയെന്ന് കരയേണ്ട വരരുത്. ഒരു അനിഷ്ട സംഭവം ഉണ്ടാകരുത്. ഒരു അനർത്ഥം നടക്കരുത്. ഒരു തകർച്ച വരരുത്. ഒരു കുഞ്ഞു പോലും കരഞ്ഞുകൊണ്ട് പോകരുത്. ഒരു തോൽവി വരരുത്. ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം അത് ചെയ്തിരിക്കും. അപ്പൊ നികത്തുന്നവരും പൊളിക്കുന്നവരും ഒക്കെ എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ ചിലരുടെ കാലത്ത് നടക്കില്ല. അത് നമ്മളാ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഞായറാഴ്ച കൊണ്ട് ഒതുങ്ങി നമ്മുടെ പേരിന് വന്ന് 2 മണിക്കൂർ യോഗം കൂടി സ്വോത്രകാഴ്ചയും കൊടുത്തിട്ട് പോയാൽ നമ്മൾ പോയി കഴിയുമ്പോൾ മറ്റോ പണി തുടങ്ങും. പക്ഷെ ഇവിടുന്ന് പോയാലും നിന്റെ കാലത്ത് ചില വഴികൾ അടയാൻ സമ്മതിക്കത്തില്ല എന്ന് നീ ആത്മബോധമുള്ളവനായിരുന്നാൽ, സ്വോത്രം, നിന്റെ കാലത്ത് ശത്രുവിനെ കൊണ്ട് കളവലപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചൊരു കൂട്ടമാണ് ഇന്ന് രാത്രി ഇവിടെ എഴുന്നേറ്റാൽ ഞാൻ ഉറപ്പിച്ചു പറയാം, പിശാചിന്റെ ഒരു പരിപാടി നടക്കുകയില്ല. അപ്പൊ നമ്മുടെ കാലത്ത് സംഭവിക്കേണ്ടത് സംഭവിക്കണം. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കരുത്. വളരെ ഗംഭീരമായ ഒരു വാക്യമാണ് 1 ശമൂവേൽ 7-ാം അധ്യായത്തിനകത്ത് ശമൂവേലിന്റെ കാലത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. സാധാരണ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ശമൂവേലിന്റെ കാലത്ത് ഫെലിസ്ത്യൻ ഒതുങ്ങി, പിന്നെ ഇസ്രായേലിലേക്ക് വന്നില്ല. സ്തോത്രം. പലരുടെ കാലത്തും കയറിയിറങ്ങി കൈവശപ്പെടുത്തിയ ആ എതിരാളി ശമൂവേൽ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് വളരുകയല്ലായിരുന്നു, ഒതുങ്ങുകയായിരുന്നു. സ്തോത്രം. ഒതുങ്ങിയെന്ന് മാത്രമല്ല, പിന്നെ അതിര് ലംഘിച്ച് കയറി വന്നിട്ടില്ല. എന്തിനാ ഇതൊക്കെ നമുക്ക് ബൈബിളിൽ പറയുന്നത്? നമ്മുടെ കാലത്ത് നമ്മുടെ നന്മകൾ തകർക്കുന്ന ഒരുവനും അതിര് ലംഘിച്ച് കയറി വരരുത്. സ്തോത്രം. അത് നമ്മുടെ മൈൻഡിലാ സെറ്റ് ചെയ്യേണ്ടത്. നമ്മളാ പറയേണ്ടത്, എന്റെ കാലത്ത് ഇത് സംഭവിക്കരുത്. ഓരോരുത്തർക്കും ഓരോ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തെ ഭംഗിയാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. ഇത് നമ്മുടെ കാലമാണ്. സഭയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഇതിനകത്തായിരിക്കുന്നു. നീണ്ട വർഷം പഴക്കമുള്ള ഒരു കൂട്ടായ്മയായിരിക്കാം. ഒരുപാട് പേര് ആരാധിച്ച് പ്രാർത്ഥിച്ച് വന്നവരൊക്കെ തിരിച്ചു പോയി കാണും. ചിലരൊക്കെ നിത്യതയിലെത്തി കാണും. ഹല്ലേലൂയ. കർത്തൃദാസന്മാർ ഇവിടെ പലരും മാറി മാറി ശുശ്രൂഷിച്ച് കാണും. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഓർത്തോളണം, ഇത് എന്റെ കാലമാണ്. ഈ കാലഘട്ടത്തിൽ എന്ത് നടക്കണമെന്ന് പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് പറഞ്ഞാൽ അത് തന്നെ നിറവേറ്റി തരാൻ ദൈവം വിശ്വസ്തനാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ ചേർന്ന് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രാർത്ഥനാ മുറിയിലേക്ക് നിങ്ങൾ ഈ കാര്യത്തെ കൊണ്ടുപോകണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. ആ കാലത്ത് യെരൂശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വരുന്നു. സ്തോത്രം. ആ വാക്യം അതാണ്. അതിന്റെ പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. 11-ാം അധ്യായത്തിന്റെ പകുതി കഴിയുമ്പോൾ അന്ത്യോക്യ സഭയെക്കുറിച്ചുള്ള, ആ സഭയുടെ സ്തോത്രം സൽഗുണങ്ങളെക്കുറിച്ചും സവിശേഷതയെക്കുറിച്ചും സാക്ഷ്യത്തെക്കുറിച്ചും ഒക്കെയാണ് ഈ 11-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം മുതൽ താഴേക്കുള്ള ഭാഗത്ത് കാണാൻ കഴിയുന്നത്. അന്ത്യോക്യ സഭ. സ്തോത്രം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, 2 അന്ത്യോക്യ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇനി ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇതിൽ പ്രധാനപ്പെട്ട അന്ത്യോക്യ സ്തോത്രം. ആ സഭയുടെ ചില ഗുണങ്ങളോടുള്ള ബന്ധത്തിലാണ്, അവിടേക്കാണ് യെരൂശലേമിൽ നിന്ന് പ്രവാചകന്മാർ സ്തോത്രം വന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. ആ സഭയുടെ ചില പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്തോത്രം ഈ ചിന്തയിലേക്ക് പ്രവേശിക്കാം. ഏകദേശം ഈ ഭാഗത്ത് തന്നെ ഈ പേജിനകത്ത് തന്നെ 5ഓളം പ്രധാനപ്പെട്ട ഗുണങ്ങൾ ആ അന്ത്യോക്യ സഭയ്ക്ക് ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. 5ഓളം ഗുണങ്ങൾ. ഞാൻ ആ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒരു പക്ഷെ വേണ്ടി വന്നാൽ 5 ഗുണങ്ങൾ പറയാം. സ്തോത്രം. ഇപ്പോൾ അങ്ങനെ ഒരു 5 പോയിന്റുകൾ പറയേണ്ട ഒരു പ്രസംഗമല്ല ഇന്ന് രാത്രി എന്നുള്ളത് കൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് തന്നെ കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ആദ്യത്തെ ഗുണം ഞാൻ പറയാം. ആദ്യത്തെ ഗുണം 20-ാമത്തെ വാക്യം. അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോട് കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. മുകളിലത്തെ വാക്യം: സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവായി ചിതറിപ്പോയവരെ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ. അപ്പൊ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു വലിയ കാര്യത്തെ ബ്രേക്ക് ചെയ്ത സഭയാണ് അന്ത്യോക്യ സഭ.
സ്തോത്രം. എന്തായിരുന്നു അത്? 19-ാം വാക്യത്തിൽ വായിക്കുന്നു, അന്ന് വരെയുള്ള ആളുകൾ, അതായത് 2-ാം അധ്യായത്തിൽ സഭയുണ്ടായി. അതിനുശേഷം ഇങ്ങോട്ട് സ്തോത്രം അപ്പോസ്തലന്മാരും ആളുകളൊക്കെ സുവിശേഷത്തിന് വേണ്ടി ദൈവം ഫലമേൽപ്പിച്ചു. അവര് സ്തോത്രം ഇന്ന് വരെയും ആരോട്? യഹൂദന്മാരോട് മാത്രമേ വചനം പറയാറുള്ളൂ. അവരോട് മാത്രമേ പറയാറുള്ളൂ, വേറെ എങ്ങും പറയാറില്ല. വേറെ ആർക്കും സ്തോത്രം അവരുടെ സുവിശേഷം അവരോട് പങ്കുവെക്കാറില്ല. പക്ഷെ അന്ത്യോക്യ സഭയാണ് ചരിത്രത്തിൽ ആദ്യമായി ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവനുസരിച്ച് സ്തോത്രം യവനരോട്, അഥവാ സ്തോത്രം അവർ അന്ത്യോക്യയിൽ എത്തിച്ച യവനന്മാരോട്, യവനന്മാരെന്ന് പറയുന്നത് യഹൂദ മതത്തിന് വെളിയിലുള്ള ഗ്രീക്കരായിരിക്കുന്ന അല്ലെങ്കിൽ ജാതികളായിരിക്കുന്ന ആളുകളെ പൊതുവിൽ വിളിക്കുന്ന പേരാണ് യവനന്മാർ. അവരോട് സുവിശേഷം ആദ്യമായി പറഞ്ഞ സഭയാണ് സ്തോത്രം അന്ത്യോക്യ സഭ. അവിടെ വന്ന ആളുകൾ ഒരു ചെറിയ കൂട്ടമായി, അന്നൊരു സഭയായിട്ടൊന്നും വലുതായിട്ട് വന്നിട്ടില്ല, ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടമായിട്ട് അവിടെ ഫോം ചെയ്യുകയാണ്. സ്തോത്രം മറ്റാർക്കും ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു വലിയ കാഴ്ചപ്പാട് ഇവർ ഏറ്റെടുത്തു. അവരേറ്റെടുത്തത് ഇങ്ങനെയാണ്: സുവിശേഷം ജാതികളോട് പറയണം. അങ്ങനെ യവനന്മാരോട് സുവിശേഷം പറഞ്ഞ സഭയാണ്. ഒന്നാമത്തെ പ്രത്യേകത, അവരുടെ പ്രത്യേകത സുവിശേഷം അവരോട് പറയാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ സുവിശേഷം പറയാൻ ഇടയായി തീർന്നപ്പോൾ അടുത്ത പ്ലസ് പോയിന്റ് ആണ് അടുത്തത്. കർത്താവിന്റെ കയ്യ് കണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്ന 21-ാമത്തെ വാക്യം, കർത്താവിന്റെ കയ്യ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ശ്രദ്ധിച്ച്, സുവിശേഷം യവനന്മാരോട് പറയാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ പറയുന്നതിന്റെ കാര്യം എന്താ? അങ്ങനെ പറയുന്നതിന്റെ ഇപ്പൊ എല്ലാ സഭയിലും ഉള്ളൊരു കാര്യമാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടോ? എല്ലാ സഭയിലും സ്തോത്രം അങ്ങനെയാണെങ്കിൽ, എല്ലായിടത്തും അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടെ സ്തോത്രം ഇല്ല. ഇപ്പൊ നമ്മുടെ യോഗത്തിന് വരുമ്പോൾ ഇന്ന് തിരിച്ചു ചെന്നപ്പോഴത്തേക്ക് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കൂ, ഇന്ന് പാട്ട് പാടിയോ യോഗത്തിന്? ചോദിക്കൂ. ഇങ്ങനെയുള്ള ആരെങ്കിലും വീട്ടിലുണ്ടോ? പ്രാർത്ഥിക്കുക. കാരണം എന്താ? ഇവിടെ യോഗത്തിന് വന്നാൽ എന്തുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പാട്ടുണ്ട്. കാരണം യോഗത്തിന് വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ മിക്കവാറും എല്ലാ യോഗത്തിലും, അത് വീട്ടു പ്രാർത്ഥനയിലാണെങ്കിലും കോട്ടേജ് മീറ്റിങ്ങിലാണെങ്കിലും ഉപവാസ പ്രാർത്ഥനയാണെങ്കിലും കൺവെൻഷനകത്താണെങ്കിലും എല്ലാത്തിനകത്തും നമ്മുടെ യോഗത്തിനകത്ത് പാട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എടുത്തു വരേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ യവനന്മാരോട് സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോൾ എടുത്തു പറഞ്ഞൊരു വാക്കാണ് കർത്താവിന്റെ കയ്യ് അവരോടുകൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അതെടുത്തു പറഞ്ഞെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രത്യേകത കാണും. സ്തോത്രം. കർത്താവിന്റെ കയ്യ് എന്നൊക്കെ പറയുമ്പോൾ എന്താ വാസ്തവത്തിൽ വിചാരിക്കണം? നമ്മൾ പലപ്പോഴും ബൈബിളിനെ അത്ര ശ്രദ്ധിക്കുകയല്ല. നമ്മളിപ്പോൾ കർത്താവിന്റെ കൈ ഉണ്ടായെന്ന് പറഞ്ഞ് നമ്മൾ തൃപ്തിയായി, ആ ഒരു വാക്യം അങ്ങനെ വായിച്ചപ്പോൾ തൃപ്തിയായി. അതിനപ്പുറത്തേക്ക് എന്താ സൂത്രം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. നമുക്കതൊരു മനസ്സിലായ രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. സ്തോത്രം. കർത്താവിന്റെ കൈ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അപ്പൊ നമുക്ക് മനസ്സിലായി. സ്തോത്രം. ഒന്നുകൂടെ ചോദിക്കുക, എന്താ പറഞ്ഞാൽ മനസ്സിലായി നമുക്ക്. വാസ്തവം ഞാൻ അടുത്ത വാക്യം വായിച്ചു. കാരണം എന്താ? കർത്താവിന്റെ കൂടെ നമുക്ക് പിടി കിട്ടിയതുള്ളതാണ്. പക്ഷെ ആ വാക്കിനെ നമ്മൾ ഗഹനമായിട്ട് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ കർത്താവിന്റെ കൈ എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? ബൈബിള് വ്യാഖ്യാനിക്കണം. നമ്മൾ ബൈബിളിന്റെ പദങ്ങൾ വ്യാഖ്യാനിക്കണം, അതിന്റെ പൊരുൾ തിരിക്കണം. സ്തോത്രം. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നത് സ്തോത്രം ഒരു 4-5 വകുപ്പിലാണ് എഴുതിയിരിക്കുന്നത്. എല്ലാ വാക്യങ്ങളും ഒരുപോലെ ഉള്ളതല്ല, എല്ലാം ഒരു ഒറ്റ രീതിയിലുള്ളതല്ല. 4-5 വകുപ്പിൽ എഴുതിയിരിക്കുന്ന പറഞ്ഞ് മിനിമം ഒരു 5 കാറ്റഗറി എങ്കിലും ഉണ്ട്. 66 പുസ്തകങ്ങളിലെ വചനങ്ങളെ പരിശോധിച്ചാൽ സ്തോത്രം ഒരു 5 കാറ്റഗറി എങ്കിലും ഉണ്ട്. ഒരുമാതിരിപ്പെട്ട വാക്യങ്ങൾ, ഒരുപാട് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് അക്ഷരീക അർത്ഥത്തിലാണ്. ലിറ്ററൽ മീനിങ്, അക്ഷരീക അർത്ഥം. അക്ഷരീക അർത്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യത്തെ കൂടുതൽ നമ്മൾ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല, അതിന് വളച്ചു കിട്ടേണ്ട കാര്യമില്ല. അത് അക്ഷരീക അർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. മേലാകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള ഒന്നിന്റെയും സദൃശ്യമാകട്ടെ രൂപമാകട്ടെ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്നെഴുതിയിരിക്കുന്ന വാക്യത്തിനകത്ത് പ്രത്യേകിച്ച് സ്തോത്രം വേറെ വ്യാഖ്യാനിക്കാവുന്നത് അക്ഷരീക അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹത്തെ, ഒരു രൂപത്തെ ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അക്ഷരീകമാണ്. അതിന് വ്യാഖ്യാനിക്കണ്ട. മദ്യപാനി സ്വർഗരാജ്യത്തിൽ അവകാശമാക്കിയത് നേരിട്ടൊരു വാക്യമില്ല, അങ്ങനെ ധ്വനിക്കുന്ന വാക്കുണ്ട്. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയത്, അങ്ങനെ ഒരു ഭാഗം എഴുതി കഴിഞ്ഞാൽ അത് ലിറ്ററൽ മീനിങ് ആണ്, അക്ഷരീക അർത്ഥമാണ്. അത് വ്യാഖ്യാനിക്കണ്ട. പിന്നെ അതിന് വ്യാഖ്യാനിക്കുന്ന ആരാന്നറിയാമോ? ഇച്ചിരി കുടിക്കണം എന്നുള്ളവനാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ തിമോത്തിയോസിനോട് പറഞ്ഞല്ലോ ക്ഷീണം ഉണ്ടെങ്കിൽ ഇച്ചിരി കുടിച്ചോളാൻ.
യേശുക്രിസ്തു കാനാവിൽ ഉണ്ടാക്കിയല്ലോ എന്ന് പറയുന്നവൻ അതിനെ വളച്ചു കെട്ടുന്ന ഇച്ചിരി കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവനാണ്. അല്ലെങ്കിൽ അതിന് ഇത്ര മീനിങ് ആണ്. കള്ളടിച്ചാൽ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് തന്നെ അക്ഷരീക അർത്ഥത്തിലങ്ങ് എടുത്താൽ മതി. അത് സ്തോത്രം. അതിനകത്തൊന്നും വ്യാഖ്യാനിക്കാനില്ല. അങ്ങനെ അക്ഷരീക അർത്ഥത്തിൽ എടുക്കേണ്ട ഒരുപാട് വാക്യങ്ങൾ ബൈബിളിലുണ്ട്. പക്ഷെ എല്ലാ വാക്യങ്ങളും അക്ഷരീക അർത്ഥത്തിൽ എടുത്താൽ പറ്റിയതാണ്. കാരണം വ്യാഖ്യാനിക്കേണ്ട വാക്കുകളുണ്ട്. മറ്റു ചില വാക്യങ്ങൾ ഹിസ്റ്റോറിക്കൽ മീനിങ് ആണ്, ചരിത്രപരമാണ്. അങ്ങനെ എഴുതിയിരിക്കുന്ന വാക്യങ്ങളെ നമുക്ക് ഹിസ്റ്റോറിക്കലായി തന്നെ മനസ്സിലാക്കണം. അതിനകത്തു നിന്ന് നമ്മളൊരു സ്തോത്രം ഒരു അലിഗോറിക്കലായിരിക്കുന്ന കാര്യം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതിനകത്തും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ പറഞ്ഞു വരുമ്പോൾ ചില കാര്യങ്ങൾ പറയാമെന്നുള്ളതല്ലാതെ അതിനെ തന്നെ ഫോക്കസ് ചെയ്യണം. ഉദാഹരണത്തിന് ഉസിയാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. യെശയ്യാ പ്രവചനം 6:1. അതൊരു ഹിസ്റ്റോറിക്കലാണ്. ഒരു രാജാവ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത്, അദ്ദേഹം മരിച്ച കാലത്ത് ഒരു ചരിത്രപരമാണ്. അതിനെ പിന്നെ ഒരു പ്രസംഗം കിട്ടാത്ത ദിവസം വേണമെങ്കിൽ ഉസിയാവ് സ്തോത്രം ജഡമാന്നും മറ്റതാന്നൊക്കെ പറഞ്ഞ് ഒരു ഞായറാഴ്ച കളയാം. അത്രയേ ഉള്ളൂ. വാസ്തവത്തിൽ അത് വ്യാഖ്യാനിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതൊരു ഹിസ്റ്റോറിക്കൽ മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടുമല്ല. അടുത്തത് പ്രൊഫറ്റിക്കൽ മീനിങ്ങിൽ പറയപ്പെട്ടിരിക്കുന്ന അനേക വാക്യങ്ങളുണ്ട്. പ്രവചന സ്തോത്രം ധ്വനിയിൽ അത് ഒത്തിരി ഉണ്ട്. ഞാൻ സാമ്പിൾ പറയേണ്ട കാര്യമില്ല. പ്രൊഫറ്റിക്കൽ മീനിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്, പ്രൊഫറ്റിക്കൽ മീനിങ്ങിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുന്നൊരു ഭാഷയിൽ കൊണ്ടുവരണം. ദാനിയേൽ പ്രവചനമൊക്കെ പറഞ്ഞിരിക്കുന്നത് പ്രൊഫറ്റിക്കൽ മീനിങ്ങിലാണ്. സമുദ്രത്തിൽ നിന്നൊരു മൃഗം കയറി വരുന്നത് ഞാൻ കണ്ടു എന്ന് എഴുതുമ്പോൾ നമ്മൾ സ്തോത്രം അതിൻ്റെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുമ്പോൾ നമുക്കറിയാലോ അവിടെ തന്നെ വ്യാഖ്യാനങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. കാരണം അത് അക്ഷരീകമല്ല, ആ കാണുന്ന പിക്ചറല്ല. സ്തോത്രം 4 തലയും സ്തോത്രം പിന്നെ ഇരുമ്പ് പല്ലുമൊക്കെ എന്ന് പറയുമ്പോൾ അത് അക്ഷരീകമല്ല. അതിനെ വ്യാഖ്യാനിക്കണം. പ്രൊഫറ്റിക്കലാണ്. അതിനെ വ്യാഖ്യാനിച്ചെങ്കിലേ അത് എന്താണെന്ന് പിടികിട്ടുള്ളൂ. അങ്ങനെയാണല്ലോ ദാനിയേൽ പ്രവചനം പഠിക്കുന്നത് നമ്മൾ. സ്തോത്രം. പ്രൊഫറ്റിക്കൽ മീനിങ്ങിനായിരിക്കുന്ന കാര്യം വളരെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. 4-മത്തത് സ്പിരിച്വൽ മീനിങ്ങിനാണ് പല വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. സ്പിരിച്വൽ, ആത്മീക അർത്ഥത്തിൽ. ആത്മീക അർത്ഥത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകളെ നമ്മൾ ആത്മീകമായി തന്നെ മനസ്സിലാക്കണം. സ്തോത്രം. ഒരു വാക്യം പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്. ആ വാക്യം സുവിശേഷത്തോട് ബന്ധപ്പെട്ട പറയുന്നത്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. അത് ആവർത്തന പുസ്തകത്തിൻ്റെ വാക്യമാണ്. പക്ഷെ അത് ആത്മീകവൽക്കരിച്ച് പൗലോസ് കൊണ്ടുവന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, ഇത് കാളയ്ക്ക് വേണ്ടിയിട്ടാണോ എഴുതിയത്? കൊരിന്ത്യർ ലേഖനം ആവർത്തന പുസ്തകത്തിൽ ആ ചോദ്യമില്ല. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്ന് മാത്രമേ സ്തോത്രം പഴയ നിയമത്തിൽ അതിന് പ്രമാണമുള്ളൂ. പക്ഷെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്ന് കൊരിന്ത്യർ സഭയോട് അത് പറയുമ്പോൾ ഒരു ചോദ്യം കൂടി ചേർത്തിട്ട്, ചോദ്യം ഇതാണ്, അന്ന് ദൈവം ഇത് പറഞ്ഞത് കാളയ്ക്ക് വേണ്ടി മാത്രമാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വീണ്ടും ചോദ്യങ്ങൾ വന്നപ്പോൾ കൺഫ്യൂഷനായി. അത് പിന്നെ ആർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്? അതിവിടെ പറയുന്നത് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ആടുകളെ വളർത്തിയിട്ട് പാല് കൊണ്ട് ഉപജീവിക്കാത്തവൻ ആരുണ്ട്? സ്തോത്രം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? കാളയ്ക്ക് വേണ്ടി മാത്രമല്ല, അതിനകത്തൊരു ആത്മീയ അർത്ഥം കൂടി ഉൾപ്പെടുത്തി. സ്തോത്രം. അപ്പൊ അതിനെ അങ്ങനെ പഠിക്കണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, പഠിക്കാതെയൊക്കെ അങ്ങ് പോകുന്നവർക്ക് വലിയ വിഷയമൊന്നുമില്ല. സ്തോത്രം. രാവിലെ ഒരു അധ്യായം എടുത്ത് അതങ്ങ് വായിച്ച് കഴിഞ്ഞു വണ്ടി എടുത്ത് പോകുന്നവർക്ക് പ്രശ്നമില്ല. പക്ഷെ ഇതിനെ ആ രീതിയിൽ നോക്കുമ്പോൾ ഇതിനകത്ത് പഠനം തുടങ്ങിയാൽ ഇൻട്രസ്റ്റഡ് സബ്ജക്റ്റാണിത്. രസകരമായ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉപരി നമുക്ക് ഭയങ്കരമായ ഡീപ്പായ കാര്യങ്ങൾ നമുക്ക് തരുന്നതാണ്. ഒരു ആയുസ് മാറ്റിവെച്ച് പഠിച്ചു പോകും. അത്രയ്ക്ക് സ്തോത്രം വിശാലമായൊരു വിഷയമാണ് തിരുവെഴുത്ത് എന്ന് പറയുന്നത്. പഠിച്ചാലൊന്നും തീരെയല്ല. 5-മത്തതാണ് സിംബോളിക് മീനിങ്ങിനാണ് പല വാക്യങ്ങളും. സിംബോളിക്, ആലങ്കാരിക അർത്ഥം. ആലങ്കാരികമായി പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ആത്മീകവൽക്കരിച്ചു കൊണ്ടുവരണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ കൈ എന്ന് പറയുന്നത് സ്തോത്രം അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അതിനെ ആത്മീകത്തിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ നമുക്കതിനെ പിടികിട്ടുള്ളൂ? അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മറ്റ് ബൈബിളിൽ തന്നെ നമ്മളെ സഹായിക്കുന്ന മറ്റു വാക്യങ്ങളുണ്ടോ, മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ അന്വേഷകനെ ദൈവമായ കർത്താവ് സഹായിക്കാതിരിക്കുകയാണ്. നമ്മൾ അന്വേഷിക്കണം. ഈ വേദപുസ്തകത്തിനകത്ത് ദൈവത്തിന്റെ കരവും ഭുജവും, ഈ 2 വാക്ക് ശ്രദ്ധിച്ചോണം കേട്ടോ. ദൈവത്തിന്റെ കരവും ഭുജവും
എന്ന വാക്ക്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന സ്തോത്രം, എന്താ പറയുക, അത് ഒരുമിച്ച് യൂണിറ്റ് ആയിട്ട് വരുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട്. ഒരു മൂന്നാലെണ്ണം ഞാൻ സാമ്പിൾ പറയാം. പെട്ടെന്ന് വാക്യം വായിക്കാൻ സ്തോത്രം കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്നൊരു വായിക്കണമെന്നൊന്നുമില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വായിച്ചാൽ ഈ രണ്ട് പദം കൂടി ഒരുമിച്ച് വരുന്ന ഒത്തിരി വാക്യമുണ്ട്. സ്തോത്രം, നമുക്ക് ഇന്ന് പരിശോധിച്ചല്ല എന്താണ് ഈ ആലങ്കാരികതയ്ക്കകത്തിരിക്കുക. 98-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം, 98-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം ഒരാൾ എടുക്കുമ്പോൾ 136-ാം സങ്കീർത്തനം അടുത്ത ആളെടുത്ത് വെച്ചുള്ള 98-ന്റെ 1-ാം വാക്യം നോക്കി. അടുത്തത് കേട്ടോ, അവന്റെ വലങ്കൈയും അവന്റെ വിശുദ്ധ ഭുജവും ജയം. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അവന്റെ വലങ്കൈയും അവന്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. അത് ആ വാക്ക് വായിക്കുമ്പോൾ ചുമ്മാ വിടാതെ അത് സെൻസർ ചെയ്യണം. യഹോവയ്ക്ക് ജയം നേടിക്കൊടുക്കുന്ന, അങ്ങനെയല്ലേ വാക്കിന്റെ അർത്ഥം? യഹോവ ജയിച്ചു നല്ല വാക്യം. പിന്നെ യഹോവയ്ക്ക് വേണ്ടി ജയം നേടിക്കൊടുക്കുന്ന ദൈവത്തിന്റെ കൈയും ദൈവത്തിന്റെ ഭുജവും. സ്തോത്രം. അപ്പൊ പിന്നെ നമ്മൾ ചിന്തിക്കുകയാണ്, ഇന്ന് ചോദ്യങ്ങളുടെ ദിവസമല്ല, ഇന്ന് മറുപടിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. സ്തോത്രം. ഇതിനെല്ലാം നമ്മൾ ഇന്ന് രാത്രിക്കാലം മറുപടിയിലേക്ക് എത്തണം. അപ്പൊ ഇവിടെ നമ്മളെ കുറിച്ചു വെക്കുമ്പോൾ വെറുതെ റെഫറൻസ് കുറിക്കരുത്. ദൈവത്തിന് ജയം നേടിക്കൊടുക്കുന്ന ഭുജവും കരവും ഉണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ച് ആകാംക്ഷയോടെ ഒരു അണുകട തെറ്റാതെ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ, യഹോവയ്ക്ക് ജയവും സ്തോത്രം നേടിക്കൊടുക്കുന്ന ആ ഭുജവും കരവും ഇന്ന് രാത്രി സഭയുടെ കൂടെ നിന്നാൽ, നിന്റെ കൂടെ നിന്നാൽ, യഹോവയ്ക്ക് മാത്രമല്ല ആരുടെ കൂടെ നിൽക്കുന്നോ അവന് ജയം നേടിക്കൊടുക്കുന്നതാണ് ആ കരവും ഭുജവും. അത് ആരാന്നറിയണം. അടുത്ത 136-ാം സങ്കീർത്തനം, 136-ാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യം നോക്കാമോ? 136:12. ബലമുള്ള ഭുജം കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ. നോക്കൂ സഹോദരൻ, ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നതിന്റെ കാര്യമാണ് ഈ 136-ാം സങ്കീർത്തനത്തിലെ യഹോവയുടെ എന്നേക്കുമുള്ളത് ആവർത്തിച്ചു പാടുന്ന ആ സങ്കീർത്തനത്തിനകത്ത് ആ ഭാഗത്തിന്റെ പ്രതിധ്വനി. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു, അവന്റെ ബലമുള്ള കരം കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുന്നിടത്ത് ഏത് ഫറവോന്റെ ശക്തികൾ നൂറ്റാണ്ട് പഴക്കമുള്ള ബന്ധനം ഉണ്ടാക്കി വെച്ചാലും ഇവര് രണ്ടുപേരും കൂടി ചേർന്നാൽ ആ കെട്ട് പൊട്ടിച്ച് യഹോവയ്ക്ക് വേണ്ടി ജനത്തെ പുറത്തു കൊണ്ടുവരും. ദൈവത്തിന്റെ വീര്യഭുജവും ദൈവത്തിന്റെ ആ കരവും കൂടി ചേർന്നാൽ ചിലത് സംഭവിക്കും. ഇന്ന് രാത്രി സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ രാത്രികാലം നീ തോറ്റെടുത്ത് അവന്റെ കരം നിന്നോടുകൂടെ വന്നാൽ, അവന്റെ ഭുജം നിന്നോടുകൂടെ നിന്നാൽ നിനക്ക് ജയം തരുവാൻ, നിന്റെ അവകാശങ്ങളെ മേടിച്ചു തരാൻ, നിന്റെ വാഗ്ദത്തങ്ങളെ നിനക്ക് തരാൻ നിന്റെ പിതാക്കന്മാരോട് പറഞ്ഞിരുന്നത് പിടിച്ചു വെച്ചിരിക്കുന്ന ശക്തിയുടെ കയ്യിൽ നിന്ന് ഇന്ന് രാത്രി ജയാരവത്തോടെ ജയഘോഷത്തോടെ പുറത്തുകൊണ്ട് വരുവാൻ ഈ ഭുജത്തിനും കരത്തിനും കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ നന്ദിയോടെ കേട്ടിരിക്കുന്ന കൂടെ സന്തോഷത്തോടെ വിടുതലോടെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക. ആ സ്വന്തം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇതിനകത്തൊരു കഴമ്പുണ്ടെന്ന് തോന്നാൻ തുടങ്ങിയെങ്കിൽ ദൈവത്തോട് പറയാം, കർത്താവേ എനിക്ക് ജയം വേണം, എനിക്ക് തന്നെ അവകാശങ്ങൾ വേണം. നിനക്ക് ജയം നേടിത്തന്നത് സഭയ്ക്ക് ജയം നേടിത്തരാൻ ഇന്നും നിലവിലുണ്ടെന്നറിയണം. ഒന്നിരണ്ടോട് നമ്മുടെ ആശങ്ക അങ്ങ് മാറാൻ വേണ്ടി ഒന്നിരണ്ടോട് നമുക്ക് വായിച്ചു. യെശയ്യാ പ്രവചനം 62-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നോക്കാം. യെശയ്യാ പ്രവചനം 62-ന്റെ 8. വേറൊരാൾ നോക്കിക്കോ. ഇരിമ്യാവ് 32 എടുത്ത് വെച്ചു. യെശയ്യാ 62:8. അടുത്തത്, തന്റെ വലങ്കയും നല്ല ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തിരിക്കുന്നു. അവക്കുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിന്റെ കൈയും ദൈവത്തിന്റെ ഭുജവും എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫ്രേസ് ബൈബിളിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്നിടത്തെല്ലാം ഭയങ്കര ദൈവപ്രവൃത്തി നടന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താ? ദൈവമായ കർത്താവ് ഒരു സത്യം ചെയ്യുകയാണ്. ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കുകയില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാരെ കുടിച്ചു കളയില്ലെന്ന് യഹോവ തന്റെ വലങ്കയും തന്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്യുന്നു.
ഒരാള് സത്യം ചെയ്യുമ്പോൾ എന്തിനെ തൊട്ടാ സത്യം ചെയ്യുന്നത്? ഏറ്റവും വിലയുള്ളതിനെ തൊട്ടല്ലേ. സത്യം ചെയ്യാൻ പാടില്ലെന്നൊക്കെയാണ് സ്തോത്രം. പക്ഷെ ഏറ്റവും അങ്ങനെ പറയാനും പാടുള്ളതല്ല. നമ്മളെങ്ങനെ പറയുന്നത്? സത്യം ചെയ്യുവാണ് എങ്ങനെ പറയുന്നത്? എൻ്റെ വീട്ടിലെ അമ്മിക്കല്ലാണ് സത്യം എന്ന് ആരെങ്കിലും പറയും? അമ്മിക്കല്ല് പൊട്ടിത്തെറിച്ച അമ്മക്കന്നെ അങ്ങനെയാണ് സത്യം ചെയ്യാറുണ്ടോ? ഇല്ല. സത്യം ചെയ്യേണ്ട വരുവാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ, നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ, നമ്മുടെ ഭാഗം ശരിയാണെന്ന് പറയാൻ വേണ്ടി നമുക്ക് ഏറ്റവും വിലയുള്ളത് പറയാൻ പാടില്ല എങ്കിലും ചിലപ്പോൾ അമ്മച്ചിയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. കാരണം നമുക്ക് ഏറ്റവും വിലയുള്ളതിനെ വെച്ചോണ്ടാണ് അല്ലെങ്കിൽ തലയെ തൊട്ടാ സത്യം ചെയ്യുന്നത്. സ്വത്ര ആളുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലയേറിയത്. അപ്പൊ ദൈവം സത്യം ചെയ്തത് ദൈവത്തിന്റെ സ്വത്രം വലം കൈയും തന്റെ ബലമുള്ള ഭുജവും തൊട്ട് ഇതിനെ തൊട്ടിട്ട് സത്യം ചെയ്യുക. ഇനി നിന്റെ അധ്വാന ഫലം മറ്റൊരുത്തം കൊണ്ടുപോകില്ല, നിന്റെ വീഞ്ഞ് വേറൊരുത്തർ കുടിക്കില്ലെന്ന് വെറും വാക്ക് പറഞ്ഞാൽ മതിയാകാവ. പിന്നെ എന്തിനാ സത്യം ചെയ്യുന്നത്? നിന്നെ വിശ്വസിപ്പിക്കാൻ. ദൈവം സത്യം ചെയ്ത വിഷയങ്ങൾ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ബൈബിളിനകത്തുണ്ട്. ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് പൗർഷണി പ്രസംഗിച്ചതാണ്. സ്തോത്രം. ഒരു നല്ല സബ്ജക്റ്റാണ് ദൈവം സത്യം ചെയ്ത വിഷയങ്ങൾ. ക്രൂശിലെ കള്ളനോട് കർത്താവായ യേശുക്രിസ്തു ക്രൂശി കിടന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. അപ്പൊ സത്യം ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്. സത്യമായിട്ട് നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. എന്തിനാ അവിടെ ക്രൂശെ കിടന്നുകൊണ്ട് യേശു സത്യം ചെയ്തേ? യേശുക്രിസ്തുവിന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. ക്രൂശെ കിടപ്പ് നമ്മൾ തുഴഞ്ഞു നോക്കാം, ഊരി പോരുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്നുള്ളൊരാശയം കൊണ്ടാണോ? യേശുവിന് ഉറപ്പുണ്ട് മരണത്തെ ജയിക്കും, പ്രാണനെ വിട്ട പറുദീസയിൽ എത്തുന്ന ഉറപ്പുണ്ട്. പിന്നെ എന്തിനാ കള്ളനോട് പറഞ്ഞത്? യേശുവിന് ഉറപ്പില്ലാത്ത കൊണ്ടല്ല. കള്ളന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ നോക്കിയല്ല ഇന്നലെ വരെ കാട്ട് നടന്നവൻ ഇന്ന് പറുദീസയിൽ പോകുന്നു വിചാരിക്കാൻ പറ്റൂ? അതുകൊണ്ട് കള്ളന് വിചാരിക്കാൻ, സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തതുകൊണ്ട് കള്ളന്റെ ഉറപ്പിനെ പറഞ്ഞത്, സത്യമായിട്ട് പറയുന്നു, നീ എന്റെ കൂടെ പറുദീസയിലിരിക്കും. ഇപ്പൊ ഇവിടെ ദൈവത്തിന്റെ ഭുജവും ദൈവത്തിന്റെ കരവും തൊട്ട് ദൈവത്തിന് സത്യം ചെയ്യേണ്ട ഗതികേടില്ല. കാരണം ദൈവം ഊഹ എന്ന് പറഞ്ഞ ഊഹ. പക്ഷേ കൂടെ അന്യജാതിക്കാര് അവരുടെ ഇസ്രായേലിന്റെ നന്മകളെല്ലാം കൊയ്തോണ്ട് പോയി അവരുടെ വീഞ്ഞ് മുഴുവൻ ശോത്രം വറ്റിച്ചു കളഞ്ഞ് അവരടിച്ചോണ്ട് പോയപ്പോ ഇനി ദൈവത്തെ വിളിച്ചിട്ടും കഥയില്ല, ഇനി പ്രാർത്ഥിച്ചിട്ടും കഥയില്ലെന്ന് അവർക്ക് തോന്നിയപ്പോൾ അന്ന് സ്വർഗസ്ഥനായ ദൈവം ഇവരെ മാനസാന്തരപ്പെടുത്തി, പ്രവാചകന്മാരെ അയച്ചുള്ള തെറ്റുതിരുത്തി അവര് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, എന്റെ ഭുജവും കരവും കൊണ്ട് സത്യം ചെയ്യാം, മാനസാന്തരപ്പെട്ട് മര്യാദക്ക് ജീവിച്ചാൽ ഇനി നിങ്ങളുടെ വീഞ്ഞ് ഒരുത്തരം തൊടില്ല, നിങ്ങളുടെ ധാന്യം കൊയ്തുകൊണ്ട് പോകാൻ ഒരുത്തനും വരില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. ആ വാക്കിന്റെ അർത്ഥം എന്താ? നമ്മുടെ ഭാഗം ഇടിഞ്ഞു കിടക്കാതിരുന്നാൽ, അഥവാ നമ്മുടെ ഭാഗത്ത് പോരായ്മയില്ലാതിരുന്നാൽ, ഒന്നുകൂടെ കേട്ടോ, നമ്മുടെ ഭാഗത്ത് നമ്മളായിട്ടൊരു പോരായ്മ ഉണ്ടാക്കാതിരുന്നാൽ നിനക്കെതിരെ വരുന്ന ഒരു ശത്രു നിന്റെ ഒരു ഗോതമ്പ് മണിയെ തൊടിയല്ല. ശത്രു, ഞാൻ സത്യം ചെയ്ത് പറയുന്നു, അങ്ങനെ പറയേണ്ട വന്ന എന്തുകൊണ്ടാ? നിനക്ക് വിരോധമായി ആ വിചാരം ചെയ്താലും ക്ഷുദ്രപ്രയോഗം ചെയ്താലും നീ ദൈവത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ, നീ എന്റെ കയ്യിലായിരിക്കുന്നതെങ്കിൽ, നീ എന്റെ വചനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, നീ എന്റെ കോട്ടയ്ക്കകത്താണ് നിൽക്കുന്നതെങ്കിൽ, നീ എന്റെ ഉപദേശത്തിനകത്താണ് നിൽക്കുന്നതെങ്കിൽ, നീ ഞാൻ പറഞ്ഞതല്ല അനുസരിച്ചാണ് നിൽക്കുന്നതെങ്കിൽ, നീ എന്നെ സേവിച്ചാണ് നിൽക്കുന്നതെങ്കിൽ, ഞാൻ എന്റെ പൂജാവും കരവും തൊട്ട് സത്യം ചെയ്യുക, ഓരോരുത്തരും നിന്റെ നന്മ ചോർത്തിക്കൊണ്ടു പോകില്ല. ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തിന് തീരുമാനമെടുക്കാൻ തയ്യാറാകും? കർത്താവേ, നിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം എന്റെ ദൈവം എനിക്ക് സത്യം ചെയ്ത് പറഞ്ഞിരിക്കുക, എന്റെ കുഞ്ഞുങ്ങളെ തൊടില്ല, എന്റെ അവകാശത്തെ തൊടില്ല, എന്റെ ശമ്പളത്തെ തൊടില്ല, എന്റെ ജോലിയെ തൊടില്ല, എന്റെ ബിസിനസിനെ തൊടില്ല, എന്റെ കുടുംബജീവിതത്തെ തൊടില്ല, എന്റെ ആത്മാക്കളെ തൊടില്ല. ഹല്ലേലൂയ. നീ കൃപയിൽ നിന്ന്, അടിസ്ഥാനത്തിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന്, കേൾക്കുന്നുണ്ടോ? കൂട്ടായ്മയിൽ നിന്ന്, കൃപയിൽ നിന്ന് ഒരുത്തനും തൊടില്ല എന്ന് സ്വർഗ്ഗം സത്യം
യേശുവിന്റെ നാമത്തിൽ ആ കരമടിക്കുന്നവരുടെ തീരുമാനമെടുത്തുള്ള കരമടിക്ക്. കർത്താവേ, ഇങ്ങനെ ഒരു വാക്ക് അടിവരയിട്ട് സൂക്ഷിക്കുക. ദൈവം നിന്നോടാ സത്യം ചെയ്യുന്നത്. ദൈവം നിന്നോടാ സത്യം ചെയ്യുന്നത്. എന്റെ ഭുജം തൊട്ട് എന്റെ കാലം തൊട്ട് സത്യം ചെയ്യുന്നു. നിന്റെ ശരീര അവയവങ്ങളെ തൊടാൻ ഞാൻ അനുവദിക്കില്ല. നിന്റെ നന്മ ചോർത്തിക്കൊണ്ടു പോകാൻ അനുവദിക്കില്ല. നിന്റെ സന്തോഷം സമാധാനം തള്ളിക്കൊടുക്കാൻ അനുവദിക്കില്ല. സത്യം ചെയ്യുന്ന യഹോവ. താങ്ക് യു ജീസസ്. ഏറെക്കുറെ ഇനി ഒത്തിരി വാക്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ബൈബിൾ ക്ലാസ് അല്ലല്ലോ, മതിയല്ലോ. ഈ രണ്ട് വാക്കുകൾ ഒരുമിച്ച് വരുന്നു. യഹോവയുടെ ഭുജവും യഹോവയുടെ കരവും. സ്തോത്രം. എന്താണ് വാസ്തവത്തിൽ ഇപ്പോഴും നമുക്ക് പിടികിട്ടിയില്ല. നമ്മളങ്ങനെ പറഞ്ഞു, ആവേശത്തോടെ കൈയടിച്ച് ഒരു പരിധി കൊണ്ട് നിർത്തി നമ്മൾ. പക്ഷെ കർത്താവ് എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എൻ്റെ കൈയും ഭുജവും തൊട്ട് സത്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊട്ട് സത്യം, അങ്ങനെയാണോ ദൈവം ഉദ്ദേശം? അല്ലല്ല. അതിന് അഗാധമായ മീനിങ് ഉണ്ട്. സ്തോത്രം. ഒരു വാക്യം നമുക്ക് ഇച്ചിരി തെളിച്ചു കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. ദിനവൃത്താന്ത പുസ്തകത്തിന്റെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് പിടികിട്ടുമോ നോക്കാം. ദിനവൃത്താന്ത പുസ്തകം 2 ദിനവൃത്താന്തം. സ്തോത്രം. 2 ദിനവൃത്താന്തം അതിന്റെ സ്തോത്രം എത്രാമത്തെ വാക്യമാണ്? 2 ദിനവൃത്താന്തം 30-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നോക്കാമോ? 30-12. 2 ദിനവൃത്താന്തം 30-12. യഹൂദയിലും അവർക്ക് ഐക്യമത്യം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൈ വ്യാപരിച്ചു. അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങളിൽ ഇച്ചിരൂടെ സ്തോത്രം കേൾക്കുന്നവർക്ക് കാര്യത്തിന്റെ ഗതിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ചില വാക്കുകൾ. യഹോവയുടെ കൈ കൂടെ ഇരുന്നെന്നല്ല പറഞ്ഞു. ഇവിടെ ഐക്യമത്യം നൽകാൻ വേണ്ടി അവരുടെ ഇടയിൽ ദൈവത്തിന്റെ കൈ വ്യാപരിച്ചു. സ്തോത്രം. അപ്പൊ വ്യാപരിക്കുന്ന കൈ അങ്ങനെ ഒന്നുണ്ടോ? ഓരോരുത്തരെ തൊട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ആ കൈ കൂടെ ഇരുന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഏറെക്കുറെ മനസ്സിലായി എന്നുള്ള ഭാവത്തിലിരുന്നു. പക്ഷെ വ്യാപരിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ മീനിങ് നമ്മുടെ സ്തോത്രം ആശയങ്ങൾ കുഴയണ്ട. ഇത്രയുള്ള അർത്ഥം. ഈ ഭുജവും കരവും എന്ന് പറയുന്നത് സ്തോത്രം, ഞാൻ മറ്റേ ഭുജത്തെ കൂടി തെളിയിച്ചു കൊണ്ടുവരാം. പറയുന്നത് ഭുജം സ്തോത്രം യേശുക്രിസ്തുവിനെയും കരം പരിശുദ്ധാത്മാവിനെയുമാണ് കാണിക്കുന്നത്. ഭുജത്തെ ഞാൻ തെളിയിച്ചു കൊണ്ടുവരാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കരത്തെ ഒരുപാട് വാക്യങ്ങൾ. യഹോവയുടെ കരം എന്ന് പറയുന്നത് ബൈബിളിലെ ഒരു പുസ്തകം എഴുതാൻ ഭാഗത്തുള്ള വിഷയമാണ്. യഹോവയുടെ കൈ. സ്തോത്രം. ആ കരം പരിശുദ്ധാത്മാവും കർത്താവും പിതാവായ ദൈവവും പിരിയാൻ പാടില്ലാത്ത ഒരു അഭേദ്യ ബന്ധമാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവും കർത്താവും കൂടിയാണ് സകല കാര്യങ്ങളും നിർവഹിച്ചത്. മാനവരാശിയുടെ പാപപരിഹാരം, വീണ്ടെടുപ്പ്, ഇതെല്ലാം നിർവഹിച്ചത് യേശുക്രിസ്തുവാണ്. പരിശുദ്ധാത്മാവാണ്. രാവിലത്തെ സെക്ഷനിൽ നമ്മൾ കേൾക്കുന്നത് പോലെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ പോലും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭുജവും കരവും കൂടെ ദൈവത്തിന് ജയം നേടിക്കൊടുത്തു എന്ന് പറയുന്നത്. യേശുക്രിസ്തുവാണ് പിശാചിനെ തകർത്ത് കാൽവരിയിൽ വെച്ച് പിശാചിനെ തകർത്ത് ജയം നേടിയത്. സ്തോത്രം. ഇപ്പൊ ജനത്തിന്റെ ഇടയിൽ ഐക്യതയ്ക്ക് വേണ്ടി വ്യാപരിക്കുന്ന കരമെന്ന് പറയുമ്പോൾ അതിനകത്ത് മനസ്സിലാക്കണം, ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയാണ് ഒരു സഭയുടെ ഐക്യമത്യത്തിന്, ഒരു കൂട്ടായ്മയുടെ അകത്ത് ഐക്യമത്യത്തിന് നിങ്ങളുടെ ഇടയിലുള്ളത്. അത് വ്യാപരിക്കുന്നത് ദൈവാത്മാവാണ്. സ്തോത്രം. യഹോവയുടെ ഭുജം എന്ന് പറയുമ്പോൾ 4 വാക്യെങ്കിലും യെശയ്യാ പ്രവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ വ്യാഖ്യാനം കൂടാതെ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് നമുക്ക് നോക്കാം. യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 30-ാം വാക്യം. 30-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം വായിച്ചേ. മതി. സ്തോത്രം. നോക്കൂ, ഒരു വലിയ പശ്ചാത്തലം പറയുകയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൊഫറ്റിക്കലാണ്, പ്രവചന പുസ്തകമാണ്, പ്രവചന ഭാഷയാണ്. അപ്പം നമുക്ക് പ്രവചന ഭാഷ എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. അത് നമുക്ക് ഗ്രഹിക്കണം. ഞാൻ പറഞ്ഞല്ലോ, പ്രൊഫറ്റിക്കൽ മീനിങ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ്ങാണ്.
അത് മനസ്സിലാക്കണം. പ്രവാചകന്മാർ പറയുന്ന പ്രവചന ദൂതുകൾ, സ്തോത്രം, നമുക്കറിയാം ഇന്നത്തേക്കാൾ കൂടുതൽ പണ്ടത്തെ പ്രവാചകന്മാരുടെ പ്രവചന ദൂതുകൾ സ്തോത്രം മനസ്സിലാക്കിയാൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. മനസ്സിലാക്കണം. ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ആദ്യം കേട്ടൊരു പ്രവചനം ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ സാക്ഷ്യം പറയുമ്പോൾ പറയാറുണ്ട്. ഞങ്ങൾ യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു പെന്തക്കോസ്ത് പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ്. പതുക്കെ വിശ്വാസത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. ഞാൻ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഞങ്ങൾ കുടുംബമായി പോയിരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പൻ്റെ തലയെ കൈവച്ചിട്ട് അവിടെ ശുശ്രൂഷിക്കാമെന്ന പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു: ഞങ്ങളൊരു പഴയ ഓലഷെഡിൽ കിടക്കുന്നു. ജീവിതത്തിൽ എന്തൊക്കെ കിട്ടിയാലും സ്തോത്രം നന്മയില്ലാതെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, മെച്ചപ്പെടാൻ ഒരു നിവൃത്തിയില്ലായിരിക്കുന്ന കാലഘട്ടത്തിലാണ് പ്രാർത്ഥനയ്ക്ക് എന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സ്തോത്രം അദ്ദേഹം തലയെ കൈവച്ചിട്ട് എൻ്റെ അപ്പനോട് പ്രവചിക്കുകയാണ്: മകനെ, ദിവസങ്ങൾക്കുള്ളിൽ നിന്നെ നട്ടിരിക്കുന്നിടത്തുനിന്ന് പറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ മാറ്റി നടും. ആദ്യമായിട്ടൊരു യോഗത്തിൽ പോയി പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അന്ന് എനിക്കൊരു 17 വയസ്സുണ്ട്. ഞാൻ എൻ്റെ അപ്പനെ ഒന്നോടെ നോക്കി, എൻ്റെ അപ്പൻ ചേനയോ ചേമ്പോ വല്ലതും ആണോ? കാരണം നട്ടിരിക്കുന്നിടത്ത് മറിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റി നടണമെങ്കിൽ സ്തോത്രം, ആ ഭാഷ മനസ്സിലായ ആ പ്രവാചകന്റെ ഭാഷ അതാണ്. അത് ആ രീതിയിലാണ് അവർ അവതരിപ്പിക്കുകയുള്ളൂ പ്രവചനം. യോഗം കഴിഞ്ഞപ്പോൾ ആ ലോക്കൽ സഭയുടെ പാസ്റ്റർക്ക് പിടികിട്ടി. പ്രവാചകൻ ശുശ്രൂഷിച്ച് അദ്ദേഹം ഒരു 1:30 മണിയായപ്പോഴത്തേക്ക് യോഗം തീർന്നപ്പോൾ ഞങ്ങളൊക്കെ പുതുതായിട്ട് ചെന്നവരല്ലേ, പുതുതായിട്ട് വരുന്ന ഒരു പൈനിയർ വർക്കായിരുന്നു അന്ന് ആ ചർച്ച്. അപ്പോൾ ആ ദൈവദാസൻ പരിജ്ഞാനിയല്ല, അദ്ദേഹത്തിന് മനസ്സിലായി ഞങ്ങൾ കണ്ണു പിടിച്ചിരിക്കും, ഒന്നും മനസ്സിലായിരുന്നു. എൻ്റെ അപ്പൻ്റെ പേര് പൈലിന്ന. എൻ്റെ അപ്പനോടൊന്ന് ചോദിച്ചു, പൈലിച്ചിന് വല്ലതും മനസ്സിലായോ? ദൈവാത്മാവ് ഇടപെട്ടെ. അപ്പം അപ്പൻ പറഞ്ഞു, എന്താന്ന് പിടികിട്ടിയില്ല, എന്തോ സംഭവിക്കാൻ പോവാന്ന് പറഞ്ഞു. അന്നേരം ആ കർത്തൃദാസിൻ്റെ അടുക്കലേക്ക് ഒന്നോടെ വിളിച്ചോണ്ട് എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇത് പുതുതായിട്ട് വന്നു തുടങ്ങിയുള്ളൂ, ആ ദൂത് പറഞ്ഞത് അവർക്ക് ശരിക്കും പിടികിട്ടിയില്ല. അന്നേരം പുള്ളി വളരെ ഇതായിട്ട് പറഞ്ഞു, മോനെ, നിന്നോട് പറഞ്ഞത് നട്ടിരിക്കുന്നത് പറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് നടുന്നത്, ഇത്രയേ ഉള്ളൂ. നീ ഇപ്പോൾ പാർക്കുന്ന സ്ഥലത്ത് നിന്ന് ദൈവം നിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കും. അപ്പം അക്കറേം പറഞ്ഞാൽ മതി. അതിൻ്റെ അങ്ങനെ പറഞ്ഞേ. അഗബോസ് എന്ന് പറഞ്ഞൊരു പ്രവാചകൻ ഫിലിപ്പോസിന്റെ വീട്ടിൽ ചെന്ന് സ്തോത്രം, അവിടെ പ്രവചിക്കുന്ന 3-4 പിള്ളേരുണ്ടായിരുന്നു. അവിടെ ചെന്ന് എല്ലാവരും കൂടി യോഗത്തിലിരിക്കുമ്പോൾ പൗലോസ് അവിടെ വന്നു. പൗലോസ് വന്ന വഴി അദ്ദേഹം പൗലോസിന്റെ 2ാം മുണ്ട് അല്ലെങ്കിൽ റൂമാൽ അതെടുത്തിട്ട് അരയിൽ കെട്ടിയിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ അരക്കച്ചയുടെ ഉടമസ്ഥൻ ആരാണോ അവനെ യെരൂശലേമിൽ ബന്ധിക്കും. നമുക്ക് തോന്നുന്നു എന്തിനാ ഇത്രയും ജാടാ? നേരിട്ട് പൗലോസിനോട് പറഞ്ഞ പോലെ, ബ്രദറെ, ഒരു കാര്യം പറയാനുണ്ട്, ഈ പോക്കിൽ യെരൂശലേമിൽ ചെല്ലുമ്പോൾ അത്രയും പറഞ്ഞ പോലെ. പിന്നെ ഇത്രയും ഡ്രമാറ്റിക്കലായിട്ട് അദ്ദേഹത്തിൻ്റെ മുണ്ടെടുക്കുന്നു, നിങ്ങളുടെ തലയിൽ കിടക്കുന്ന ഷാൾ എടുത്തിട്ട് ഞാൻ അരയെ കെട്ടിയിട്ട് പ്രവചിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ എൻ്റെ യോഗത്തിന് ഇരുത്തോടെ. പക്ഷെ അതൊക്കെ ഒരു പ്രൊഫറ്റിക്കൽ, എന്താ പറയുക, അന്നത്തെ ഒരു രീതിയാണ്, അതിനൊക്കെ ഒരു ശൈലിയാണ്. ആ ഭാഷയ്ക്ക്, ആ ശൈലിക്കൊക്കെ പ്രത്യേകതയുണ്ട്. സ്തോത്രം. അങ്ങനെയായിരുന്നു അന്നത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ പ്രവാചകൻ അവതരിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കണ്ടോ? സ്തോത്രം. മേഘനാദം, ഉഗ്രകോപം, ദഹിപ്പിക്കുന്ന അഗ്നി, കൊടുങ്കാറ്റ്, ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഒരു പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തിൽ യഹോവ അവതരിക്കുമെന്നല്ല, യഹോവ തന്റെ ഭുജത്തിന്റെ അവതരണം കാണിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഒന്ന് സഹായിക്കാം. എഴുതി വെക്കുന്നവർ വേണമെങ്കിൽ എഴുതി വെച്ചു ആ വാക്യത്തെ. അവതരിക്കുന്ന ഭുജം, അവതരിക്കുന്ന ഭുജം. 2ാമത്തെ ഒരു വാക്യം വായിച്ചേ. യെശയ്യാ പ്രവചനത്തിനകത്ത് ഭുജത്തെ കുറിച്ച് ഒരുപാട് വാക്കുണ്ട്. അടുത്തൊരു വാക്യം വായിച്ചേ. 52-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. യെശയ്യാ പ്രവചനം 52-ന്റെ 10. 52-ന്റെ 10. യെശയ്യാ 50. സകല ജാതികളും കാണെ. വെറും ഭുജമെന്നല്ല എഴുതിയത്. ഇവിടെ വന്നപ്പോൾ ഒന്നുകൂടെ കൂട്ടിച്ചേർത്തു. യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. സകല ജാതികളും കാണുക. യഹോവ നഗ്നനായി എന്നല്ല, യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. എഴുതി വെക്കുകയാണെങ്കിൽ എഴുതി വെക്കണം, നഗ്നമാക്കപ്പെട്ട ഭുജം. 3-ാമത്തെ ഒരു വാക്യം വായിച്ചോ. യെശയ്യാ പ്രവചനം തന്നെ 59-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. 59:16. 59:16. ആരുമില്ലെന്ന് അവൻ കണ്ടു, പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായകയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ
രക്ഷ വരുത്തി. മതി, സ്തോത്രം, മതി, നമുക്ക് ആവശ്യമെടുത്ത മതിയല്ലോ. മൂന്നാമത്തെ വാക്യം, സ്തോത്രം, രക്ഷിപ്പാൻ ആരുമില്ലെന്ന് യഹോവ കണ്ടു, പക്ഷപാതം ചെയ്യാൻ ആരുമില്ലെന്ന് കണ്ടു. ആരുമില്ലെന്ന് കണ്ടപ്പോൾ അറ്റ കൈക്ക് യഹോവയുടെ ഭുജം തന്നെ രക്ഷ വരുത്തി. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ എഴുതി വെക്കണം, രക്ഷ വരുത്തിയ ഭുജം. ഇനി ഒരു വാക്യോടെ വായിച്ചാൽ മതിയായിരിക്കും. ഏറെക്കുറെ നിങ്ങളുടെ മുഖം തെളിയുന്നുണ്ട്. ഇനി ഓരോടെ വായിച്ച മിക്കവാറും നിങ്ങൾ ജയിക്കും. 40-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. യെശയ്യാ പ്രവചനം 40:10. അടുത്ത വാക്ക്, അവന്റെ ഭുജം, ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം നടത്തും. യഹോവ ഭരിക്കുന്നല്ല, യഹോവയുടെ ഭുജം ഭരണം നടത്തും. അപ്പൊ എഴുതി വെക്കുന്നവർ എഴുതി വെക്കണം, ഭരണം നടത്താൻ പോകുന്ന ഭുജം. ഇനി നമുക്ക് ഈ പ്രവചന വാക്കുകളെല്ലാം കൂടി ഒന്ന് അനാലൈസ് ചെയ്തിട്ട് ഈ പറയപ്പെട്ട വാക്കുകൾ ആർക്ക് ചേരും എന്ന് നമുക്ക് സ്തോത്രം വളച്ചുകെട്ടില്ലാതെ ഒരു നേരെ ചിന്തിക്കാം. ആദ്യത്തത് ഇങ്ങനെയായിരുന്നു, അവതരിച്ച ഭുജം. രണ്ടാമത്തത് നഗ്നമാക്കപ്പെട്ട ഭുജം. മൂന്നാമത്തത് രക്ഷ വരുത്തിയ ഭുജം. നാലാമത്തത് ഭരിക്കാൻ പോകുന്ന ഭുജം. ഈ കാര്യങ്ങളെല്ലാം വേദപുസ്തകത്തിൽ ആർക്ക് ചേരും? ആർക്ക് ചേരും? യേശുക്രിസ്തുവിന് ചേരുള്ളൂ. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിന്റെ മഹിമയായിരുന്ന ക്രിസ്തുവേശു ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജാതനായതല്ലേ അവതരിച്ച ഭുജം എന്ന് പറയുന്നത് ചേരുള്ളൂ. 33.5 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലഘട്ടങ്ങളിൽ 5 കോടതികൾ വിസ്തരിക്കപ്പെട്ടിട്ടും കുറ്റം തെളിയിക്കാൻ പറ്റിയില്ലെങ്കിലും ദൈവിക കോടതിയുടെ നിയമനപ്രകാരം നട്ടുച്ച നേരത്ത് കത്തിക്കാളുന്ന വെയിലത്ത് മധ്യപൂർവ്വ ദേശത്ത് മധ്യധരണിക്കടലിന്റെ തീരത്ത് ഒരു തലയോടിന്റെ ആകൃതിയിലുള്ള മൊട്ടക്കുന്നിന്റെ മുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ പട്ടാളക്കാർ അവന്റെ വസ്ത്രം ചീട്ടിട്ടെടുത്തിട്ട് നഗ്നനാക്കപ്പെട്ട് ക്രൂശിൽ കിടന്ന ഈശോ മശിഹായല്ലേ നഗ്നമാക്കപ്പെട്ട ഭുജം. അത് ചുമ്മാ ബൈബിളിൽ എഴുതി വെക്കാൻ പറ്റൂ? അതിനൊരു മറുപടി, ഒരു കമന്ററി വേണ്ടേ? ഇത് വായിക്കുമ്പോൾ പിള്ളേർ ചോദിക്കാം, മമ്മി ഇതെന്താന്ന് ചോദിച്ചാൽ ആക്കെ അങ്ങനെ എഴുതും. നീ 23-ാം സങ്കീർത്തനം വായിക്കാൻ പറയാൻ പറ്റൂ? നിങ്ങൾക്ക് പറയാം, പക്ഷെ ഉപദേശിമാരെ ഞങ്ങൾക്ക് പറ്റൂ? കണ്ടെത്തിയല്ലേ പറ്റൂ. അപ്പൊ ഇത് ആരാന്നറിയണ്ടേ? അതാ പറഞ്ഞത്, വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നെങ്കിലേ നടക്കുള്ളൂ. അതുകൊണ്ടാ ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നിടത്ത് വരണം എന്ന് പറയുന്നത്. ദൈവവചനം പരിശുദ്ധാത്മാവിൽ പ്രസംഗിക്കുന്നിടത്ത് വന്നെങ്കിൽ മാത്രമേ ഉള്ളം തുറക്കുള്ളൂ, കണ്ണു തുറക്കുള്ളൂ, രക്ഷപ്പെടൂ. ഇപ്പൊ യേശുവാണ് നഗ്നമാക്കപ്പെട്ട ഭുജം. രക്ഷ വരുത്തുവാൻ ആരുമില്ലെന്ന് കണ്ടു, പക്ഷപാതം ചെയ്യാൻ ആരുമില്ലെന്ന് കണ്ടു. സ്തോത്രം, പഴയ നിയമകാലത്ത് ഇവിടെ വന്ന പുരോഹിതന്മാരും പ്രവാചകന്മാരാർക്കും മാനവരാശിക്ക് രക്ഷ വരുത്താൻ പറ്റിയില്ല. 1000 ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാങ്ങളുടെ ചോരയും മാംസവും അറുത്ത് യാഗപീഠത്തിൽ വെച്ചിട്ടും സ്തോത്രം മനുഷ്യന് ശാശ്വതമായി രക്ഷ വന്നില്ല. പക്ഷപാതം ചെയ്യാൻ എന്നേക്കും ആരെയും കണ്ടില്ല. അപ്പോഴാണ് ദൈവത്തിന്റെ പുത്രൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. തന്റെ ക്രൂശ് മരണം നിമിത്തം സ്തോത്രം മറ്റൊരുത്തിനും രക്ഷയില്ല. ഇനി രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമമുണ്ടെങ്കിൽ യേശുവിന്റെ നാമമാണ് പറയുകയും താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനായി ഇന്നും ജീവിക്കുന്നവനായിരിക്കുന്ന യേശുവല്ലേ രക്ഷ വരുത്തിയ പക്ഷപാതം ചെയ്യുന്ന ഭുജം. പിന്നെ അത് ആർക്ക് ചേരും? അവസാനമായി അനന്തവിദൂര ഭാവിയിൽ കാഹളധ്വനിയോടെ കർത്താവ് മധ്യാകാശത്തിൽ വന്നിട്ട് തനിക്കായി കാത്തിരിക്കുന്ന, തനിക്ക് പ്രിയം വെച്ച് വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന തന്റെ തങ്ക മണവാട്ടിയെ ആയാറിൽ കാഹളധ്വനിയോടെ ചേർത്ത് വന്നതിന് ശേഷം സ്തോത്രം പ്രതിഫല വിഭജനം കഴിഞ്ഞ് എതിർ ക്രിസ്തുവിന്റെ ഭരണവും കഴിഞ്ഞ് കുഞ്ഞാടിന്റെ കല്യാണം കഴിഞ്ഞ് മടങ്ങി വന്ന് 1000 ആണ്ട് യെരൂശലേം കേന്ദ്രീകരിച്ച് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ലോകത്തെ ഭരിക്കാൻ പോകുന്ന കർത്താവായ യേശുവല്ലേ ഭരണം നടത്തുന്ന ഭുജം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലെ മറ്റു വാക്യത്തിനകത്തെല്ലാം യഹോവയ്ക്ക് സ്തോത്രം ജയം നേടിക്കൊടുക്കുന്ന ഒരു ഭുജമുണ്ട്. യഹോവയ്ക്ക് ജയം നേടിക്കൊടുക്കുന്ന ഒരു കരമുണ്ട്.
എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിക്കാലം ചർച്ച് ഓഫ് ഗോഡിന്റെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വിവിധ കൂട്ടായ്മയിൽ നിന്ന് വന്ന് പങ്കെടുക്കുന്ന ദൈവമക്കൾ എല്ലാവരും കരുതണം, വേദപുസ്തകം വെറും മണ്ടന്മാരുടെ പുസ്തകമല്ല. ഇത് വ്യാഖ്യാനിച്ചാൽ ഒരായുസ് കൊണ്ട് തീരില്ല. ഇന്ന് രാത്രിയും ജയം നേടിക്കൊടുക്കുന്ന കരവും ഭുജവും അത് കുറുതായി പോയിട്ടില്ല. ആരുടെ കൂടെ അത് ഇറങ്ങി വരുന്നു, ആർക്കു വേണ്ടി അത് വ്യാപരിക്കുന്നു, അവന് ജയം നേടിക്കൊടുക്കാൻ ഇന്നും അത് വ്യാപരിക്കുന്നുണ്ട്. അനവധി പ്രാവശ്യം ആരുടെയൊക്കെയോ കോപം കൊണ്ട്, ആരുടെയൊക്കെയോ ക്രോധം കൊണ്ട് പരാജയം ഏറ്റുവാങ്ങി ആരെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി പ്രാർത്ഥിക്ക്, യഹോവയുടെ ഭുജമേ, യഹോവയുടെ ഭുജമേ, ഉണരണമേ, എനിക്ക് വേണ്ടി ഉണരണമേ, ദൈവത്തിന്റെ കരം എന്റെ കൂടെ ഇരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പരാജയങ്ങളെ ജയമാക്കാൻ നമ്മുടെ കൂടെ വരുന്ന ദൈവത്തിന്റെ കരവും ഭുജവും നിന്റെ അവകാശം നിനക്ക് വാങ്ങിത്തരാം. നിന്റെ കൂടെ ഇരിക്കുന്ന നിന്റെ യേശുവിന്റെ നാമത്തിൽ 1000 പ്രാവശ്യം പ്രാർത്ഥിച്ച് മനസ്സ് മടുത്ത വിഷയമാണെങ്കിലും ദൈവവചനത്തിന്റെ വെളിപ്പാട് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാൻ ആരെയൊക്കെ ദൈവം നിർബന്ധിക്കുന്നു. അവന്റെ ഭുജം ഇന്ന് രാത്രി ജയം നേടും. നന്ദിയോടെ സ്വന്തം ചെയ്ത് വിശ്വസിച്ചോട്ടെ കർത്താവ് ചെയ്തോണ്ടിരിക്കുക. യഹോവയ്ക്ക് വീര്യമുള്ളൊരു ഭുജമുണ്ട്, യഹോവയ്ക്ക് വിശുദ്ധമായ ഒരു കരമുണ്ട്. ഇത് രണ്ട് ഉള്ളടത്തോടെ കാണാം, ഇത് രണ്ട് ഉള്ളടത്തോടെ കാണാം. ദൈവത്തിന്റെ സഭ പരാജയപ്പെടില്ല. ദൈവത്തിന്റെ ഭുജം, ദൈവത്തിന്റെ കരം അവന് ജയം നേടിക്കൊടുക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്കറിയോ, യെശയ്യാ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കടല് പിളർന്നത് പോലും യഹോവയുടെ ഭുജമാണ്. സ്തോത്രം. ചെങ്കടൽ നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ച ലെവലിൽ പഠിക്കുകയാണെങ്കിൽ, ആ ലെവലിലാണെങ്കിൽ എല്ലാ കാലത്തും സ്തോത്രം നമുക്ക് മോശ വടി നീട്ടി കടൽ വിടുന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ പഠിത്തം കൂടി വരുമ്പോഴാണ് അതിൻ്റെ കാര്യം. അതങ്ങനെ തന്നെയാണല്ലോ. നമ്മളിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ച് പാസ്സായ ഒരാളുടെ അറിവല്ല കെമിസ്ട്രിയിലോ ബയോളജിയിലോ സ്തോത്രം ആ വിഷയത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തിയ ആൾക്ക്. സ്തോത്രം അല്ലേ. കെമിസ്ട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്, എലമെന്റുകളെ കാര്യങ്ങളൊക്കെ പത്തി പഠിച്ചിട്ടുണ്ട്, വലിയ പാടായിരുന്നെങ്കിലും. പക്ഷെ അത് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് ഒരു സയൻറ്റിസ്റ്റായിട്ട് മാറാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ പഠിക്കുന്നതെന്ന് പറയുന്നത് കെമിസ്ട്രി തന്നെയാണ്, പക്ഷെ ലെവല് വ്യത്യാസം. എന്നതുപോലെ ഈ ചെങ്കടൽ വിവരമൊക്കെ ഒരു സാധാരണ സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയുടെ മൈൻഡിൽ കാണുവാണെങ്കിൽ ചെങ്കടൽ വിടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശ വടി നീട്ടിയെന്ന് പറയുള്ളൂ. പക്ഷെ യെശയ്യാവ് ആത്മാവിൽ കണ്ട് അത് പറയുന്നത് 51-ാം അധ്യായത്തിലാണ്. യെശയ്യാ പ്രവചനം 51-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. 9-10 യഹോവയുടെ ഭുജത്തെ നിങ്ങൾ ഏറെക്കുറെ പരിചയപ്പെട്ടല്ലോ. ഇനി യഹോവയുടെ ഭുജത്തെ മനസ്സിലായെങ്കിൽ ഈ വാക്യം വായിച്ചാൽ ഇച്ചിരൂടെ സുതാര്യമായിരിക്കും. 9-10 എന്താ എഴുതിയിരിക്കുന്നത്? യഹോവയെ ഉണരുക എന്നല്ല, യഹോവയുടെ ഭുജമേ ഉണരുക. ആരാ യഹോവയുടെ ഭുജം? അന്നേരം കൈയടിച്ചോടൊക്കെ എന്തി? ആരാ യഹോവയുടെ ഭുജം? യേശുക്രിസ്തു എന്നാ നിങ്ങളല്ലേ പറഞ്ഞേ. ഇനി നിങ്ങൾക്ക് സംശയം മാറിയില്ലെങ്കിൽ അറ്റ കൈക്ക് ഒന്നുകൂടെ പറയാം. യെശയ്യാ പ്രവചനം 53:1 വായിച്ചിട്ടുണ്ടോ? 53:1 എന്താ പറയുന്നത്? സ്തോത്രം. ഞങ്ങൾ കേൾപ്പിച്ചത്, കർത്തൃവേശിക നമ്മൾ വായിക്കുന്നതാ. ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെ. ആര്? യഹോവയുടെ ഭുജം ആരാണോ ആ യഹോവയുടെ ഭുജം ഇളയ തൈ പോലെ. സ്തോത്രം. വരണ്ട നിലത്ത് വേർമുളയ്ക്കുന്ന യെശയ്യാ പ്രവചനം 53-ാം അധ്യായം യേശുക്രിസ്തുവിനെ കുറിച്ചല്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? അപ്പൊ യെശയ്യാവിൽ വേദപുസ്തകത്തിൽ യഹോവയുടെ ഭുജം കർത്താവായ യേശുവിനെയാണ് ഉദ്ദേശിച്ചത്. ഇനി ഈ പ്രാർത്ഥന കേട്ടോ,
യെശയ്യാവ് പ്രാർത്ഥിക്കുക, യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക. സ്തോത്രം. പിന്നെ ശക്തി ധരിച്ചു കൊള്ളുക, പൂർവ്വകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. ഇനിത്തെ കേട്ടോളണേ, രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയും, വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് ആരല്ലയോ? ആരല്ലയോ? യഹോവയുടെ ഭുജമല്ലയോ? നമ്മൾ വ്യാഖ്യാനിച്ച് തെളിച്ചെടുത്തത് യഹോവയുടെ ഭുജം യേശു ക്രിസ്തുവാണ്, നമ്മുടെ കർത്താവാണ്. ആ കർത്താവിനോട് യെശയ്യാവ് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഒരു പ്രാവശ്യം കൂടി അങ്ങൊന്ന് ഉണരണം. സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി ഉണരണം. അങ്ങ് ചെയ്തതുപോലെ ഒരിക്കൽ കൂടി ചെയ്യണം. യെശയ്യാവ് പ്രവചിക്കുമ്പോൾ യേശു ജനിച്ചിട്ടില്ല. പക്ഷെ 7-ാം അധ്യായം മുതൽ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് യെശയ്യാവിന്റെ അകത്ത് കയറാൻ തുടങ്ങി. യഹോവയുടെ ഭുജമായി അവന് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്, യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിക്കുക, പണ്ടത്തെ കാലത്തെ പോലെ, പൂർവ്വകാലത്തെ പോലെ ഒരിക്കൽ കൂടി ഉണരുക എന്ന് പറഞ്ഞിട്ട് യെശയ്യാവ് പറയുക, നീയല്ലേ രഹബിനെ വെട്ടിയത്, നീയല്ലേ മഹാസർപ്പത്തെ കുത്തിയത്, അങ്ങനെയല്ലേ വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് ആഴിയിലെ വെള്ളം വറ്റിച്ച് സമുദ്രത്തെ വഴിയാക്കിയത് നീയല്ലേ? മനസ്സിലായോ? ഈ വാക്യം വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് ആഴിയിലെ വെള്ളം വെട്ടിച്ചത് ചെങ്കടലല്ലാതെ പിന്നെ ഏത് സംഭവം? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ യെശയ്യാവ് പറയുന്ന, അന്ന് മോശ വടി നീട്ടി നിൽക്കുമ്പോൾ, യെശയ്യാപ്രവചനം 63-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണ് എന്റെ ഓർമ്മ. 63-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യെശയ്യാവ് പറയുന്നു, മോശ സ്തോത്രം വടി നീട്ടി നിൽക്കുമ്പോൾ മോശയുടെ വലം കൈയിലേക്ക് യഹോവയുടെ ഭുജം ഇറങ്ങി വന്നു. അങ്ങനെ ഒരു വാക്യം വായിച്ചോ? 63:12 ഉണ്ടോ നോക്കിയേ. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈയിൽ ചെല്ലുമാറാക്കി. നോക്കിയേ, ഹല്ലേലൂയ. സ്തോത്രം. മടിച്ച് മടിയനായി, സ്തോത്രം, ഹല്ലേലൂയ, ഒന്നും ചെയ്യാതിരിക്കുന്നവന്റെ കയ്യിലേക്ക് ദൈവത്തിന്റെ ഭുജം വരില്ല. ദൈവം പറയുന്ന കേട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ, കരം നീട്ടിയാൽ, ചില രോഗികളെ തൊട്ടാൽ, ചിലരെ കൈവച്ചാൽ, യഹോവയുടെ ഭുജം ആത്മഭാരത്തോടെ എത്ര പേര് കേൾക്കുന്നുണ്ട്? അതിന് നീ സ്തോത്രം, ഹല്ലേലൂയ, BTH എടുക്കണമെന്നില്ല, അതിന് നീ ബൈബിൾ കോളേജിൽ പോകണമെന്നില്ല. നിന്റെ കരം ദൈവത്തിന് സമർപ്പിച്ചാൽ ആ കൈയുടെ മേൽ യഹോവയുടെ ഭുജം ഇറങ്ങും. ഈ രാത്രികാലം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ഭുജം ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ കയ്യിൽ, പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരുടെ കയ്യിൽ, സഭയെക്കുറിച്ച് ഭാരമുള്ള, ദൈവത്തെ കുറിച്ച് ചിന്തയുള്ള എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരുടെ കയ്യിൽ യഹോവയുടെ ഭുജമുണ്ട്. നിന്റെ വേലയ്ക്ക് വിളിച്ചത് വെറുതെയല്ല, നിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് വെറുതെയല്ല, നിന്നോട് ചെറുതെ കൈവയ്ക്കാൻ പറഞ്ഞത് വെറുതെയല്ല, വടി നീട്ടി നിൽക്കാൻ പറഞ്ഞത് വെറുതെയല്ല. നീ വടി നീട്ടുമ്പോ ഞാൻ എന്റെ ഭുജത്തെ അയക്കും. നന്ദിയോടെ 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 രാത്രികാലം മറുപടി ദൈവം പറയുക. ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം? ഇനി ആരോട് പറയണം? ഇനി ഏത് വിധത്തിൽ പ്രാർത്ഥിക്കണം? ഈ വക ചോദ്യങ്ങളുമായി ഭാരപ്പെട്ടിരിക്കുന്നവരോട് ദൈവം പറയുന്നു, നിന്റെ കരം വിശുദ്ധമാണെങ്കിൽ, നിന്റെ കൈ യോഗ്യതയുള്ളതാണെങ്കിൽ എന്റെ പൂജ നിന്റെ കൈയുടെ മേൽ ഞാൻ അയക്കും. നിന്റെ കൈയുടെ മേൽ എന്റെ പൂജ ഇറങ്ങിയാൽ ഏത് കടലും വഴിമാറും. നിന്റെ കൈ കണ്ടാൽ മാറില്ല, പക്ഷെ നിന്റെ കൈയുടെ മേൽ എന്റെ പൂജ ഇറങ്ങും.
ഹല്ലേലൂയ. നിന്റെ മേൽ യേശു ഇറങ്ങി വരട്ടെ. ആ പൂജ ഇറങ്ങി വരട്ടെ. ഇന്ന് രാത്രിക്കാലം സംഭവിക്കട്ടെ. പരാജയങ്ങൾ ജയമാകുന്ന രാത്രി, യഹോവയ്ക്ക് ജയം നേടിയ പൂജ ഇന്ന് രാത്രി സഭയോട് കൂടെ ആരാധന സാധനാദിയും പരിശുദ്ധാത്മാവ് നീ തനിച്ചല്ല. നിന്നെ കൊണ്ട് ഒറ്റയ്ക്കൊന്ന് ചെയ്യാനും പറ്റില്ല മാഷേ, നിന്നെ കൊണ്ട് ഒറ്റയ്ക്കൊന്ന് ചെയ്യാൻ പറ്റില്ല സിസ്റ്റർ. പക്ഷേ നീ വിശ്വസ്തയായി നിന്ന് എന്റെ ഭുജം നിന്റെ കൂടെ വരും, എന്റെ കൈ നിന്റെ കൂടെ വരും. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതിന്റെ അതേ വേഷം പുതിയ നിയമത്തിൽ കിടക്കുന്നുണ്ട്. ഭുജം യേശു ക്രിസ്തു ആണെങ്കിൽ സ്തോത്രം, മോശ കൈ നീട്ടിയപ്പോൾ ആ കരത്തിന്റെ മേൽ ക്രിസ്തു ഇറങ്ങി. സ്തോത്രം. അതുപോലെ തന്നെ ഒരു വാക്യമാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം. വായിച്ചു നോക്കിയേ. 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. 5:14. സ്തോത്രം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. എന്താ എഴുതിയിരിക്കുന്നത്? അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. എന്നാൽ കണ്ട, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ, സ്തോത്രം, നിന്റെ മേൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു തരം ആലസ്യത്തിൽ മയങ്ങി ആത്മീക ജീവിതം നയിക്കുന്നവന്റെ മേൽ ഇറങ്ങാൻ ദൈവത്തിന്റെ ഭുജത്തെ കിട്ടില്ല, യേശുവിനെ കിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രിക്കാലം പ്രതിയോഗി എത്ര ശക്തനാണെങ്കിലും, നിന്റെ വെല്ലുവിളി എത്ര വലുതാണെങ്കിലും, നീ ഉറങ്ങാതെ മയങ്ങാതെ ആത്മീകത്തിൽ ഉണരുന്നവനായാൽ നിന്റെ മേൽ ക്രിസ്തു ഇറങ്ങി വരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തു ഇറങ്ങി വരും. സ്തോത്രം. ക്രിസ്തു ഇറങ്ങി വരും. ക്രിസ്തുവിൽ എന്നൊരു വാക്ക് ബൈബിളിലുണ്ട്. നീ ക്രിസ്തുവിലായാൽ എന്ന് പറയുമ്പോൾ നീ ക്രിസ്തുവിന്റെ ഉള്ളിലായി, ക്രിസ്തു നിന്നെ പൊതിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. സ്തോത്രം. നിന്റെ മേൽ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവല്ല, കൃപാവരമല്ല, സാക്ഷാൽ ക്രിസ്തു. അത്ഭുതം പ്രവർത്തിക്കുന്നവൻ, വീര്യം പ്രവർത്തിക്കുന്നവൻ, അവൻ ഇറങ്ങി വരും. സ്തോത്രം. കരമുയർത്തി ഒന്നോടെ കർത്താവിന് സ്തോത്രം ചെയ്ത പറഞ്ഞു വന്ന വാക്യതാണ്. അന്ത്യോക്യ സഭയുടെ കൂടെ കർത്താവിന്റെ കൈയുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ചുമ്മാ ഒരു ഭംഗി വാക്കല്ല. സ്തോത്രം. പ്രവർത്തിക്കുന്നവന്റെ കൂടെ ഇറങ്ങുന്ന ഭുജവും കരവും. സ്തോത്രം. അന്ന് വരെ ആളുകൾ ജാതികളെ മൈൻഡ് ചെയ്തില്ല. ഒരു സേഫ് സോണിൽ യഹൂദന്മാരോട് മാത്രം പറഞ്ഞു പോന്നു. പക്ഷെ ജാതികളെ ലക്ഷ്യമാക്കിയപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടപ്പോൾ യെരൂശലേമിലെ സഭക്കാർക്ക് കിട്ടാത്ത ഒന്ന് ഇവർക്ക് കിട്ടി. കാരണം സ്തോത്രം, അവർക്ക് കിട്ടിയില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പിണക്കവും വിഷമവും തോന്നരുത്. കാരണം ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവർക്ക് യഹോവയുടെ കൈ അവരുടെ കൂടെ ഇരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തോ സംഭവിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക്, ദൈവത്തിന്റെ കൈ അവരോട്, കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. ദൈവത്തിന്റെ കൈ എവിടെ പ്രവർത്തിക്കുന്നു അവിടെ വളർച്ച ഉണ്ടാവും, വർധനമുണ്ടാവും. നിന്റെ വീട്ടിലുള്ള സകലരും നിന്റെ കൂടെ പാതിരിച്ച് പ്രാർത്ഥനയ്ക്ക് നീ കരം നിന്റെ കൂടെ നിൽക്കണം. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. ചുരുക്കി പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം. പെട്ടെന്ന് യെരൂശലേമിൽ ഈ കാര്യം പറഞ്ഞു. അന്ത്യോക്യയിൽ ഭയങ്കര റിവൈവൽ നടക്കുന്നു. ആളുകളെല്ലാം കർത്താവിലേക്ക് തിരിയുന്നു. ആ വാക്ക് നിങ്ങൾ നോട്ട് ചെയ്തേക്കണേ. സുവിശേഷം നിമിത്തം അവർ സുവിശേഷം പറഞ്ഞപ്പോൾ കർത്താവിലേക്ക് തിരിഞ്ഞു. പെട്ടെന്ന് യെരൂശലേം സഭയിലെ ലീഡേഴ്സ് ബർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് അയച്ചു. കാരണം ചെതറിപ്പോയ സഹോദരന്മാരാണ്
അപ്പം നിങ്ങളുടെ ഇവിടെ വന്നപ്പോൾ സാധാരണ ഇവിടുത്തെ സഭകളൊക്കെ വിദേശ സഭകളെ നോക്കുമ്പോൾ ആദ്യം ഒന്ന് സഭ തുടങ്ങിയ സമയത്ത് ഒരു ഓർഡൈൻ പാസ്റ്ററെ സ്തോത്രം ഇങ്ങോട്ട് അയച്ചുകൊണ്ടല്ല പല സഭകളും തുടങ്ങിയത്. ആദ്യകാലത്തെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. ഇവിടെ വന്നവരെല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. അങ്ങനെയല്ല പല സഭയും തുടങ്ങിയത്. അല്ലാതെ മലബാറിലേക്ക് പോയതുപോലെ ഒരു ദൈവദാസൻ നേരെ ഷാർജയിലേക്ക് വരുവാണ് ചെയ്ത് ആദ്യം. അല്ല, പിന്നെയല്ലേ ഇപ്പോഴല്ലേ തറയിൽ നിൽക്കാറായപ്പോഴല്ലേ അവകാശം പറഞ്ഞുകൊണ്ട് പലരും വന്നേ. അങ്ങനെ ഇരിക്കുന്ന അതിനു മുമ്പ് ഇവിടെ ആരുമില്ലാത്ത ഇവിടെ വന്ന കപ്പലെ വന്ന സഹോദരങ്ങൾ ദൈവഭക്തിയുള്ളവർ. അതിനകത്തും അർത്തോമയില്ല, ഓർത്തഡോക്സ് ഇല്ല, പെന്തക്കോസ് ഇല്ല. ദൈവമയമുള്ളവരെല്ലാരും കൂടി വട്ടത്തിൽ പാവിരിച്ച് ആരുടെയും വീട്ടിൽ കൂടി. അത് കുറെ കഴിഞ്ഞപ്പോ തേഴ്സ്ഡേ പ്രയറോ ഫ്രൈഡേ പ്രയറൊക്കെ മാറി. അത് പിന്നെ ദൈവത്തിന്റെ വെളിച്ചം വീശി. ആ വെളിച്ചം വീശിയപ്പോൾ സഭയായി മാറി. പിന്നെ കർത്തൃദാസന്മാരൊക്കെ വരാൻ തുടങ്ങിയത്. എന്നതുപോലെ അന്ത്യോക്യയിൽ ആദ്യം ചെന്ന സഹോദരന്മാരാ. പക്ഷെ അവിടെ ചെന്ന് അവര് സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോ സെൻട്രൽ പാസ്റ്ററുണ്ടോ പാസ്റ്ററുണ്ടോ നോക്കിയില്ല. ആര് സുവിശേഷം പറയുന്നു അവന്റെ കൂടെ കയ്യിലിരിക്കും. ആ കൈ അങ്ങ് വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ വിടുവിക്കപ്പെടാൻ തുടങ്ങി. അപ്പോ സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അറിഞ്ഞു യെരൂശലേമിൽ. പെട്ടെന്ന് അവര് സ്തോത്രം കർത്താവിന്റെ ദാസനായിരിക്കുന്ന ബർണ്ണബാസിനെ അന്ത്യോക്യയിലേക്ക് അയച്ചു. ബർണ്ണബാസ് വന്നപ്പോൾ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗ വിഷയം ഇതായിരുന്നു. ബാക്കിയൊക്കെ അവർ ചെയ്തു വെച്ചിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം വന്നപ്പോൾ ആദ്യത്തെ സ്തോത്രം ആ ചാർജ് ഏറ്റെടുത്ത ഞായറാഴ്ചത്തെ പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായിരുന്നു പ്രസംഗം എന്ന് നോക്കി അവിടെ വായിച്ചാൽ കിട്ടും. എന്താ എഴുതിയിരിക്കുന്നത്? 23-ാം അധ്യായത്തിൽ വന്ന എല്ലാവരും സഭായോഗം തുടങ്ങിയപ്പോഴത്തേക്കും കർത്തൃദാസന് മനസ്സിലായി ദൈവകൃപയൊക്കെ എല്ലാവരുടെ ഇടയിലുണ്ട്, ദൈവപ്രവൃത്തിയുണ്ട്, ദൈവത്തിന്റെ കരമുണ്ട്. പിന്നെ പ്രസംഗ വിഷയം എന്തായിരുന്നു? 23-ാം അധ്യായം എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അതായിരുന്നു ആദ്യത്തെ സഭായോഗത്തിന്റെ പ്രസംഗ വിഷയം. പറഞ്ഞു, സഹോദരന്മാരെ, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. നിങ്ങളോട് ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ കൈ കൂടെയിരുന്നു. കർത്താവിന്റെ ഭുജം നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് പ്രസംഗം ഇതാണ്: ഇത്രയും വന്ന സ്ഥിതിക്ക് സ്തോത്രം ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവാത്മാവ് പറയാൻ പറയുന്നു, ഇനി പുറകോട്ട് പോകരുത്. ഹൃദയത്തിന്റെ ചങ്കുറപ്പോടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഹൃദയനിർണയത്തോടെ സ്തോത്രം കർത്താവിനോട് ചേർന്ന് എന്ന് പ്രബോധിപ്പിച്ചു. ആ പ്രബോധനം ഒരു കർത്തൃദാസന്റെ പ്രബോധനം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത വാക്യത്തിനകത്ത് എന്ത് സംഭവിച്ചു? എന്റെ ദൈവമേ, സമയം പോകുന്നു. എന്ത് സംഭവിച്ചു? അടുത്ത വാക്യം. സ്തോത്രം കർത്താവിനോട് ചേർന്ന് നിൽപ്പം നമ്മൾ പ്രബോധിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനും വിശ്വാസം നൽകുന്നവനായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. സുവിശേഷം കേട്ടപ്പോൾ തിരിഞ്ഞു, ഉപദേശി പ്രസംഗിച്ചപ്പോൾ ചേർന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. തിരിഞ്ഞ് ഒത്തിരി പേരുണ്ട്. സ്തോത്രം നല്ല മാർഗമാണ്, ഭാഷ പ്രസംഗം നല്ലതാണ്, പാട്ട് നല്ലതാണ്, എല്ലാവരും തിരിഞ്ഞു. പക്ഷെ തിരിയല് വേറെ, ചേരല് വേറെ. സ്തോത്രം മനസ്സിലായോ? ഉത്തരവാദിത്വമുള്ള ഒരു ഇടയൻ വന്നപ്പോൾ തിരിഞ്ഞവരെല്ലാം ക്രിസ്തുവിനോട് ചേർന്നു. സ്തോത്രം. സഭ സുവിശേഷം നിമിത്തം മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയാം. ചവടം കൊണ്ട് നിൽക്കരുത്. അടുത്ത പടിയാണ്, അടുത്ത ഉപദേശമാണ് ക്രിസ്തുവിനോട് ചേരണം. ബർണ്ണബാസ് വന്നിട്ട് പിന്നെ തിരിയല്ല, തിരിഞ്ഞവരെ പിന്നെ എന്നാ തിരിക്കാനാ? പിന്നെ അവരോട് പറഞ്ഞു, തിരിഞ്ഞത് നന്നായി, അവിടെ കൊണ്ട് നിൽക്കരുത്, ക്രിസ്തുവിനോട് ചേരണം. സ്തോത്രം. ക്രിസ്തുവിനോട് ചേരാൻ എന്താ ചെയ്യണം? എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. സ്തോത്രം. റോമാലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നത് എന്താ? ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റവരായെന്നാവല്ലോ. അപ്പൊ ക്രിസ്തുവിനോട് ചേരാൻ പറഞ്ഞു. അത് പറയുക മാത്രമല്ല, നടപടിയിലേക്ക് അവർ കൊണ്ടുവന്നു. അങ്ങനെ ഒരു വലിയ കൂട്ടം കൃപയിലേക്ക് വന്നപ്പോഴാണ് ഈ സഭയുടെ പ്ലസ് പോയിന്റ് രണ്ടാമത്തത്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, 26-ാം വാക്യത്തിൽ, അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും
ബഹുജനത്തെ ഉപദേശിക്കുന്ന പ്രത്യേകം പൗലോസിനെ പോയി വിളിച്ചുകൊണ്ട് വന്ന് ബർന്നബാസ് അത്ര ഉണർവ് നടക്കാൻ രണ്ടുപേരും കൂടി ശുശ്രൂഷിക്കാൻ തുടങ്ങി. 1 കൊല്ലം കൊണ്ട് ആ സഭയുടെ അടുത്ത പടിയാണ്. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടായി. അതുവരെ ഒത്തിരി പേരുകളെ അപ്പോസ്തലപ്രവൃത്തിയിൽ ഉണ്ടായിരുന്നു. എന്തിനാ കണ്ട് പറഞ്ഞല്ലോ, ശിഷ്യന്മാർ, കൂട്ടാളികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പേരുകളൊക്കെ നിലനിന്നില്ല. 2000 വർഷമായി അന്തർദേശീയമായൊരു പേര് സമ്പാദിച്ചത് അന്ത്യോക്യ സഭയാണ്. സ്തോത്രം. അവിടെ വെച്ച ആൾക്കാർ വ്യാഖ്യാനിക്കും പറയുകയും ചെയ്യുന്ന ആൾക്കാർ കളിയാക്കി വിളിച്ചാന്നൊക്കെ പറയുന്നത് ആർക്കറിയാം. അത് കളിയാക്കിയതാണെന്ന് നമുക്ക് എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഇങ്ങനെയാണ്, അവരാണ് ഈ പേരുണ്ടാക്കിയത്. ക്രിസ്ത്യാനികൾ സ്തോത്രം എന്ന പേരുണ്ടാക്കിയത്, ചരിത്രത്തിന് മായ്ക്കാൻ കഴിയാത്തൊരു പേരുണ്ടാക്കിയത് അന്ത്യോക്യക്കാരാണ്. ലാസ്റ്റ് വാക്ക് പറയാം, ആ കാലത്ത് അപ്പൊ ഇത്രയും ഒരു ഉണർവ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇത്ര ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മൾ പറഞ്ഞത് യൂണിവേഴ്സലായി യെരുശലേം കേന്ദ്രീകരിച്ച് പരിശുദ്ധാത്മ ഇറങ്ങി വന്നപ്പോഴുണ്ടായ പൊതുസഭയാണ്. പക്ഷെ ഇവിടെ ഒരു ലോക്കൽ സഭയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു ലോക്കൽ സഭ ഉണരാൻ തുടങ്ങിയപ്പോൾ, ഞാൻ പറഞ്ഞു നിർത്തുക, യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. വിളിച്ചെന്നല്ല, വന്നു. ചെറിയ ആളുകളൊന്നും അല്ല വന്നത്. അഗബോസ് എന്ന പ്രവാചകൻ വന്നു. അഗബോസ് അന്നത്തെ അന്തർദേശീയ പ്രവാചകനാണ്. അദ്ദേഹത്തെ വിളിക്കാതെ അവിടെ വന്നു. അവിടെ വന്നിട്ടൊരു പ്രവചനം പ്രവചിച്ചു. എന്താണ് പ്രവചനം? 28-ാമത്തെ വാക്യം എന്ന് പേരുള്ളവർ എഴുന്നേറ്റ്, ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന ആത്മാവിൽ. അയ്യോ, നിങ്ങളതൊക്കെ എങ്ങനെയാ വിചാരിക്കുന്നത്, ചിന്തിക്കുന്നത്? ഞാൻ ഈ വെറുതെ ഇരുന്ന് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കും. സ്തോത്രം. ഞാൻ ചോദിക്കുന്നു, ലോകത്തിൽ മുഴുവൻ ക്ഷാമമുണ്ടാകുമെന്നൊരു സ്തോത്രം പ്രവചനം ലോകത്തിൽ അല്ല, അവിടെ വന്നിട്ട് കെട്ടുണ്ട്, കൂട്ടുണ്ട്, അമ്മയ്ക്കലിൻ്റെ കീഴെ മറ്റേ കുഴിച്ചിട്ടുണ്ടെന്ന് പ്രവചിക്കുകയാണോ? ഇല്ല. പിന്നെ എന്താണ് ആ സഭയുടെ പ്ലാറ്റ്ഫോമിൽ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ലോക്കൽ സഭയ്ക്കകത്ത് വെളിപ്പെടാൻ തുടങ്ങി? മനസ്സിലായോ? സ്തോത്രം. ലോകത്തിൽ ഇതിവിടെ ആർക്കാണ്ടിറക്കം അതുകൊണ്ട് ഇതുകൊണ്ടെന്ന് പറയുന്ന ലോക്കൽ പ്രവചനമല്ല. അതുണ്ടായിരിക്കും, അതിനകത്ത് ആസ്വദിക്കുന്നവർ ശ്രദ്ധിക്കട്ടെ. പക്ഷെ ഒരു സഭ ഉണർന്നപ്പോൾ ലോകത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയിലല്ല, കർത്താവിന്റെ സഭയിൽ വെളിപ്പെട്ടു. സഭയുടെ രീതിയിൽ നിന്നുണ്ടല്ലോ ലോകത്തിൽ നടക്കാനുള്ള കാര്യങ്ങൾ ഈ പുൽപ്പിച്ചിൽ വെളിപ്പെടാൻ തുടങ്ങും. സ്വത്രം. അത്രയും വലിയ കാര്യം വെളിപ്പെടാക്കി നമ്മുടെ കാര്യമാണ് വെളിപ്പെടാത്ത. ലോകത്തിൽ ക്ഷാമം ഉണ്ടാകും. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ നിർത്താം. ഈ സാറ് അഥവാ പ്രവാചകൻ യെരുശലേമിൽ നിന്നല്ല ഇങ്ങ് വന്നേ? യെരുശലേമല്ലേ അന്നത്തെ കാലത്ത് സഭയുടെ സ്തോത്രം ആധികാരിക കേന്ദ്രം? അങ്ങനെയാണെങ്കിൽ എന്താ ഈ ദൂത് അവിടെ വെളിപ്പെടായിരുന്നേ? ശരിക്കും അവിടെയല്ലേ സംഭവം? എന്ത് ഈ സംഭവമൊക്കെ നമുക്ക് പറയാം. നമ്മുടെ ഇത്രയും വലിയൊരു ദൂത് ജനറൽ കൺവെൻഷനാണ് വെളിപ്പെട്ടതെങ്കിൽ അതിനൊരു പഞ്ചുണ്ടാവും. ജനറൽ കൺവെൻഷൻ വെള്ളിയാഴ്ചത്തെ പകലത്തെ മീറ്റിങ്ങിനെ വെളിപ്പെടുന്നെങ്കിൽ അതങ്ങ് യൂട്യൂബിൽ കിടന്ന് കറങ്ങി പഞ്ചായന്. ഞായറാഴ്ച സഭായത്തിന് ലോക്കൽ സഭയിലാണോ ഇത്രയും വലിയ ദൂത് വെളിപ്പെടണ്ടേ? ഇദ്ദേഹം യെരുശലേമിലായിരുന്നല്ലോ. യെരുശലേമിൽ എങ്ങോട്ട് വന്നത്? ഇത്രയും വലിയ ദൂതെന്താ യെരുശലേമിൽ വെളിപ്പെടാതിരുന്നത്? അതിൻ്റെ കഥ ഞാൻ നാളെ പറയാം. സ്തോത്രം. അടുത്തതിലേക്ക് കയറുമ്പോൾ ഒരു കാര്യം ഓർക്കണം, എല്ലാ ദൂതും എല്ലായിടത്തും വെളിപ്പെടുകയില്ല. സ്തോത്രം. അവിടെ സംഭവമൊക്കെ കാണും, പക്ഷെ ദൂത് വെളിപ്പെടുന്ന ഒരു സഭയായി നമ്മുടെ ലോക്കൽ സഭയെ മാറ്റണം. സ്തോത്രം. വേറൊന്നും വെളിപ്പെടാത്തത്, സ്തോത്രം, തലസ്ഥാന നഗരിയിൽ വെളിപ്പെടാത്തത്, ഉന്നതന്മാരുടെ നടുവിൽ വെളിപ്പെടാത്തത്, പാവപ്പെട്ട ജാതികളായ കുറെ പേർ ഒരുമിച്ച് കൂടി വട്ടം ചേർന്നിരുന്നപ്പോൾ അവരുടെ നടുവിൽ വെളിപ്പെടാൻ തുടങ്ങിയെങ്കിൽ, ഒരു ലോക്കൽ സഭയ്ക്കകത്ത് വെളിപ്പെടാൻ തുടങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി ഇതൊരു ലോക്കൽ സഭയാണ്. ഈ സഭയുടെ സാധ്യത ഇന്ന് രാത്രി മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ ഈ സഭയുടെ സാധ്യത വലുതാകട്ടെ. ഇന്ന് രാത്രി വന്നവരുടെ സാധ്യത വലുതാകട്ടെ.
സ്വത്രം. ദൈവത്തിന്റെ കൈ കൂടെ ഇരിക്കുന്ന ഒരു കൂട്ടായ്മയിലെ നിങ്ങൾ നിൽക്കാവൂ. സ്വത്രം. അങ്ങ് അവിടുത്തെ കൈയും ഭുജവും എവിടെയുണ്ടോ അവിടെ പരാജയമല്ല, അവിടെ ജയമാണ്, ജയമാണ്. ഞാൻ നിർത്തുകയാണ്. ഒരുമിച്ച് സ്വത്രം ചെയ്യാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി നീ വിശ്വസിക്കണം. എവിടെയെങ്കിലും പോയി നിന്ന് ആയുസ് പാഴാക്കരുത്. നിന്റെ കുഞ്ഞിന്റെ ഭാവി ഇല്ലാതാക്കരുത്. നീ ഇന്ന് രാത്രിക്കാലം മനസാക്ഷി മരവിക്കാത്ത ആളാണെങ്കിൽ ദൈവം തീരുമാനിക്കണം, എല്ലാ ഈഗോയും പൊട്ടിച്ചിട്ട് ഞാൻ ഇനി ജീവിക്കുന്നെങ്കിൽ ആ ഭുജത്തിന് കീഴേ, ആ കരത്തിന് കീഴേ, അത് വ്യാപരിക്കുന്നിടത്ത് ഞാൻ നിൽക്കത്തുള്ളൂ എന്ന് പറയാനുള്ള ആഴ്ച ഇന്ന് രാത്രി ഉണ്ടാക്കിയെടുക്കണം. ഭുജവും കരവും കൂടെ നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. എഴുന്നേറ്റ് നിൽക്കാം ഒരു നിമിഷം, എഴുന്നേറ്റ് നിൽക്കാം ഒരു നിമിഷം, ഒരു നിമിഷം, ഒറ്റ നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ അടച്ചൊരു നിമിഷം കൊയർ മനോഹരമായിരിക്കുന്ന സന്ദർഭോചിതമായൊരു ഗാനത്തിലേക്ക് നീങ്ങുകയാണ്. അതിനേക്കാൾ മുമ്പ് ഇന്ന് രാത്രികാലം നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം. ദൈവമേ, ഒരുപാട് സ്ഥലത്ത് പോയിട്ടും വെളിപ്പെടാത്ത ദൂതുകൾ, മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ, സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങൾ അത് എന്റെ ചർച്ചിൽ വെളിപ്പെടാൻ തുടങ്ങും. ഞങ്ങളുടെ കർത്തൃദാസൻ ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ ഇതൊരു മനുഷ്യന്റെ കഴിവല്ല. തുടക്കം മുതൽ പറയുന്നു, ദൈവത്തിന്റെ ഭുജവും കരവും കൂടെയാണ് ഈ പരിപാടി മുഴുവൻ ചെയ്യുന്നത്. ആ കരം കൂടെ ഉണ്ടെങ്കിൽ സഭ ധന്യമാകും, ദൈവം പ്രവർത്തിക്കും. ആ കാലത്ത് ദൈവപ്രവൃത്തി നടക്കാൻ തുടങ്ങിയ കാലത്ത് പ്രവാചകന്മാർ വരാൻ തുടങ്ങി, ലോക സംഭവങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് രാത്രി നിന്റെ കൊച്ചു വിഷയത്തെക്കാൾ വലിയ വലിയ കാര്യങ്ങൾ വെളിപ്പെടാൻ പോവുക. ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുക. യഹോവയുടെ ഭുജം നിനക്ക് വേണ്ടി വലിയ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. രഹബിനെ വെട്ടാൻ പോവുകയാണ്. മഹാസർപ്പത്തെ കുത്തിക്കളയാൻ പോവുകയാണ്. വഴിയില്ലാത്തടത്ത് വഴി ഉണ്ടാകാൻ പോവുകയാണ്. തന്റെ ജനത്തെ മറുകര കയറ്റി വിടാത്തിടത്ത് യഹോവയുടെ ഭുജം ഇറങ്ങി തന്റെ ജനത്തിന് വേണ്ടി വഴി ഒരുക്കാൻ പോവുകയാണ്. അത് ചെയ്യാൻ കരുത്തുള്ള ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ആത്മനിറവിൽ സന്തോഷത്തോടെ എല്ലാവരും കൂടി ചേർന്ന് മനസ്സ് തുറന്ന് ഹൃദയം നിർണയത്തോടെ ഞാൻ യേശുവിന്റെ കൂടെ ചേർന്ന് നിൽക്കും എന്ന് വിശ്വസിക്കുന്നവരെല്ലാവരും കൂടെ കരമടിച്ചു ദൈവത്തിന് നന്ദിയോടെ